മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് സ്വാത്മാനന്ദ പ്രകാശകഃ. ഹരി 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 ഓം തസ്. ജയ ഗുരു, ജയ ഗുരു. നമുക്ക് പതിവ് പോലെ ഒരു 3 തവണ അതിപവിത്രവും അത്യന്ത മംഗളകരവും അനുഗ്രഹകരവുമായ ആ ഓംകാരം എല്ലാവരും കൂടി ജപിക്കാം. ജപിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് ആഗോളം വ്യാപകമാവണം. ഈ കൂട്ടധ്വനി ഉണ്ടല്ലോ, ഇത് അതിൻ്റെ പ്രസരണം വഴി ലോകത്തിലുള്ള ജീവജാലങ്ങൾക്കെല്ലാം തന്നെ സന്തോഷവും സാഫല്യവും നൽകട്ടെ. ഇതായിരിക്കണം നമ്മുടെ ഉദ്ദേശം. ഇതാ ജപിക്കാം. കൈകോർത്ത് മടിയിൽ വയ്ക്കൂ, ആകാവുന്നിടത്തോളം നിവർന്നിരിക്കുക, കണ്ണടയ്ക്കുക, മനസ്സും ഹൃദയവും തുറന്ന് എൻ്റെ കൂടെ ജപിക്കുക. ഓ ഹരി ഓം തസ്. ജയ ഗുരു. എൻ്റെ കൂടെ ഇങ്ങനെ ഓംകാരം ജപിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും തരത്തിൽ ഒരു ഉള്ളനുഭവം ഉണ്ടാവുന്നുണ്ടോ? നമ്മുടെ ഉള്ളിൽ വാസ്തവത്തിൽ ഈ ഭൗതിക മേഖലയിൽ ഉള്ളതുപോലെയുള്ള സ്പന്ദനങ്ങളോ ചലനങ്ങളോ ഒന്നും അവിടെ ഉണ്ടാവില്ല. ശരീരത്തിലല്ല ഞാൻ ഈ പറയുന്നത്. ദേഹവിലക്ഷണമായിരിക്കുന്ന മനസ്ഥലം, ബുദ്ധിതലം, ആ 2 തലം ചേതനാതലമാണ്. ചേതന ചൈതന്യം എന്ന് പറയുന്നത് ഒരു വസ്തുവല്ല, മാറ്ററല്ല, എനർജിയുമല്ല, ഊർജവുമല്ല, വസ്തുവുമല്ല. അങ്ങനെ വസ്തുവല്ലാത്തൊരു തലമാണ്. അതുണ്ട് എന്നുള്ളതിന് എന്താണ് തെളിവ് എന്ന് ചോദിച്ചാൽ അനുഭവം തന്നെ. നമുക്കൊരു മനസ്സുണ്ടെന്ന് അറിയുന്നില്ലേ? മനസ്സിലെ പല വിധത്തിലുള്ള ഭാവങ്ങളും വികാരങ്ങളും നിർഗളിക്കുന്നുണ്ടല്ലോ. പല വിധത്തിലുള്ള വിചാരങ്ങളും ആശയങ്ങളും നിർഗളിക്കുന്നുണ്ടല്ലോ. അതൊക്കെ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കണു? പക്ഷെ അതെല്ലാം ഈ ബാഹ്യമണ്ഡലത്തിലുള്ളത് പോലെയുള്ള ചലനങ്ങളോ ഗതികളോ സ്പന്ദനങ്ങളോ കൊണ്ടാണെന്ന് വിചാരിക്കരുത്. പക്ഷെ അങ്ങനെ ഒരു വാക്കേ നമുക്ക് ഉപയോഗിക്കാനുള്ളൂ. എന്താ കാരണം? നമ്മുടെ കയ്യിലുള്ള അറിവും ആശയങ്ങളുമെല്ലാം ഈ പുറം ലോകത്തെ നോക്കി രചിച്ച് വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പം ഈ വാക്കുകളും ആശയങ്ങളും ഉപയോഗിച്ചേ നമുക്ക് ഉള്ളിലുള്ള ചേതനാതലത്തെ വിവരിക്കാനോ അങ്ങോട്ട് ചെല്ലാനോ പറ്റുള്ളൂ. പക്ഷെ മനസ്സിലാക്കണം, എന്ത്? ശരീരം ഭൗതികമാണ്, പാഞ്ചഭൗതികമാണ്. ചേതനാതലം ഈ പഞ്ചഭൂതങ്ങളിൽ നിന്നും വിലക്ഷണം, വേറെ വ്യത്യാസപ്പെട്ട് കിടക്കുന്നതാണ്. അനുഭവം കൊണ്ട് മാത്രമേ അതിനെ മനസ്സിലാക്കാനോ ഗ്രഹിക്കാനോ പറ്റുള്ളൂ. അതാണ് നിങ്ങൾക്കൊക്കെ ഈ വിഷമം വരുന്നത്. എന്നാൽ അനുഭവം കൊണ്ട് തന്നെയാണ് എല്ലാം നമ്മൾ അളക്കണത്. നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടാണ് നിറങ്ങളും ആകൃതികളും നിശ്ചയിക്കുന്നത്. ചെവി കൊണ്ട് കേട്ടിട്ടാണ് ശബ്ദങ്ങളിലുള്ള വ്യത്യാസങ്ങൾ മുഴുവൻ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാ വ്യത്യാസങ്ങളെയും എല്ലാ അനേകത്വത്തെയും വെളിപ്പെടുത്തി തരുന്ന വിശേഷപ്പെട്ട ഒരു ചൈതന്യ സ്ഫുരണമാണ് നമ്മുടെ ഉള്ളിൽ. അതിനെ അനുഭവത്തിലൂടെ വേണം സമീപിക്കാൻ. ഞാൻ ശ്രീമദ് ഭാഗവതം എടുത്തിങ്ങനെ പോവാണല്ലോ.
ഇത്ര നാളും ഞാൻ പറയുന്നത് മാത്രമല്ല, മറ്റുള്ള പ്രവക്താക്കൾ പല ഭാഗങ്ങളും എടുത്ത് വേദവ്യാസ മഹർഷി അവതരിപ്പിക്കുന്ന തത്വമൂല്യ സിദ്ധാന്തങ്ങൾ വെളിപ്പെടുത്തി കാണും. നിങ്ങളിതെല്ലാം ഗ്രഹിച്ച് ശ്രീമദ് ഭാഗവതത്തെ പറ്റി എന്താണ് നിങ്ങൾക്ക് ധാരണ? എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. നമ്മുടെ ഈ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രത്തിൻ്റെ ഉദ്ദേശം ഞാൻ മുമ്പും പറയുണ്ടായി. പാറളിക്കാട്ടിലെ ഗ്രാമവാസികൾ സപ്താഹം കേട്ടിട്ട് വളരെ സന്തോഷിച്ചു, കൃതാർത്ഥരായി എന്നുണ്ടെങ്കിലും അത് അവരുടെ മനസ്സിലൊരു നാന്ദി കുറിക്കുകയാണ് ചെയ്തത്. എന്താ നാന്ദി എന്ന് ചോദിച്ചാൽ, ഓ ഇങ്ങനെയാണോ ശ്രീമദ് ഭാഗവതം? അപ്പോൾ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു വിവരണം നമുക്ക് കിട്ടുമ്പോൾ അത് എത്ര കണ്ട് മഹത്വമുള്ളതാകും, മേന്മയുള്ളതാകും. അത് നമ്മെ എത്ര കണ്ട് പവിത്രമാക്കാനും ദിവ്യമാക്കാനും ആനന്ദഭരിതരാക്കാനും സാധിക്കും എന്നിങ്ങനൊരു ആലോചന അവരുടെ ഉള്ളിൽ കടന്നുകൂടി. അപൂർവമായിട്ടേ ഭക്തജനങ്ങൾ അങ്ങനെ വിചാരിക്കാറുള്ളൂ. സപ്താഹം കേട്ടിട്ട് ഞങ്ങൾക്ക് സപ്താഹം കൊണ്ട് തൃപ്തിയായില്ല, സപ്താഹം വിട്ടെന്തെങ്കിലും വേണം. അത് ശ്രീമദ് ഭാഗവതത്തിലുള്ള തത്വമൂല്യ സിദ്ധാന്തങ്ങൾ ഗ്രഹിക്കാൻ ഉതകണം എന്നിങ്ങനെ പറഞ്ഞ് ഒരു സ്ഥലത്ത് ആരും കേട്ടിട്ടുണ്ടാവില്ല. അടുത്ത കൊല്ലം ഒരു സപ്താഹം കൂടി നടത്തും, അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ പാറളിക്കാട്ടുകാർ അങ്ങനെയല്ല ചെയ്തത്. അപ്പം അന്ന് മുതൽക്ക് നമ്മുടെ മനസ്സിലുള്ളതാണ് ഈ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം തന്നെ ആവണം ഇവിടെ നടക്കുന്നത്. അപ്പം ശ്രീമദ് ഭാഗവതത്തിൽ തത്വങ്ങളുണ്ടോ, മൂല്യങ്ങളും സിദ്ധാന്തങ്ങളും ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു ചെറിയ ദൃഷ്ടാന്തമോ അനുഭവമോ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യത്തെ 2-3 ശ്ലോകങ്ങൾ വിശകലനം ചെയ്ത് വിശദമാക്കിയത്. അതിനുശേഷം പിന്നെ പറയുണ്ടായി, ശ്രീമദ് ഭാഗവതത്തിൽ 3 ബാലന്മാരെയാണ് ഭാഗവത മഹർഷി അവതരിപ്പിക്കുന്നത്. ഒന്ന് ശമീക മഹർഷിയുടെ പുത്രൻ ശൃംഗി, രണ്ടാമത് 5 വയസ്സുള്ള ധ്രുവൻ, അതിനുശേഷം 7 വയസ്സുള്ള പ്രഹ്ലാദൻ. ഇവരൊക്കെ കുട്ടികളുടെ കഥയാണ് പറയുന്നത്. എൻ്റെ കൂട്ടരെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കേൾക്കണതാരാ? അങ്ങനെയുള്ള കുട്ടികളാവില്ല. 5 വയസ്സായ കുട്ടികൾ ശ്രീമദ് ഭാഗവതം കേൾക്കാൻ വന്നിരിക്കാറുണ്ടോ സാധാരണ? ഞാൻ ജംഷഡ്പൂരിൽ 50-56 വർഷമായി പോയി വരണു മുടങ്ങാതെ. അപ്പം ഞാൻ ആദ്യകാലങ്ങളിൽ 5:45 സംസാരിക്കാൻ തുടങ്ങുക. അത് കുറച്ച് കരുത്തുള്ള ഏതെങ്കിലും പ്രകരണ ഗ്രന്ഥങ്ങളെടുത്തോ ഉപനിഷത്തെടുത്തോ ആണ് പ്രതിപാദിക്കുക. അപ്പം അതിൽ ഒരു കുട്ടി വന്നിരിക്കും. അപ്പം ഞാൻ ചോദിച്ചു, എടോ താൻ എന്താ ഈ കാലത്ത് കേൾക്കാൻ വന്നിരിക്കണേ? എനിക്ക് കാലത്തെ സമയമുള്ളൂ, നീ എന്തേ വൈകുന്നേരം ഹോംവർക്ക് ഉണ്ട്? കേൾക്കുന്നുണ്ടോ നിങ്ങൾ പറയണത്? കാലത്തെ വരാൻ പറ്റൂ, വൈകുന്നേരം ഹോംവർക്ക് ഉണ്ടെന്ന്. അപ്പോൾ കുറച്ച് പഠിപ്പിൽ നിഷ്കർഷിയുള്ള കുട്ടിയാണെന്ന് മനസ്സിലാക്കാമല്ലോ. അത് കഴിഞ്ഞ് ഇയാൾ ഇങ്ങനെ വന്നു തുടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, കുട്ടി ഞാൻ ഈ പറയണത് വല്ലതും തനിക്ക് മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് മുഴുവനും ഒന്നും മനസ്സിലാവണില്ല. പിന്നെ എന്താ ഇവിടെ വരണേ? ഇവിടെ പറയുന്നതാണോ ഇഷ്ടം അതോ വേറെ വല്ലതോ? എനിക്ക് പറയുന്നതിനേക്കാൾ കൂടുതൽ പറയുന്ന ആളെയാണ് ഇഷ്ടം എന്ന് പറയും. അന്ന് മുതൽക്ക് അവൻ എന്നോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടി ഇപ്പോൾ എവിടെയാണെന്നറിയോ നിങ്ങൾക്ക്? ഇംഗ്ലണ്ട് സിറ്റിസനായി ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ വലിയ ഉദ്യോഗസ്ഥനായിട്ടിരിക്കുക. എനിക്ക് അതിശയം തോന്നുകയാണ്, ഒരു ഇന്ത്യക്കാരൻ ആ ഇന്ത്യക്കാരനെ അവരുടെ ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ പിടിച്ചു വച്ചിരിക്കുന്നു. മിലിറ്ററി ചീഫ്സൊക്കെ ഉണ്ടല്ലോ, ഡിഫൻസ് സർവീസസ് ചീഫ്, അവരോടൊക്കെ ഇൻറ്ററാക്ട് ചെയ്യത്തക്ക വിധത്തിൽ ഉയർന്ന ഒരു തസ്തികയിലാണ് ജോലി. അപ്പോൾ അന്നേ മുതൽക്ക് ആ കുട്ടിക്ക് ഒരു താല്പര്യമുണ്ട്. ഇത് ഞാൻ പ്രസംഗവശാൽ പറഞ്ഞതാണ്. കുട്ടികൾ കേൾക്കോ എന്ന് ചോദിച്ചാൽ പലരും ഞാൻ മുക്തിസുധാകരം നടത്തിക്കൊണ്ടിരുന്ന കാലത്ത് പറയാറുണ്ട്, കുട്ടികളാണ് വന്നിരുന്ന് തുറക്കുക TV, എന്നിട്ട് ബാക്കിയുള്ളവരെ വിളിക്കും. അപ്പം അങ്ങനെയുമുള്ള ചില കുട്ടികൾ അപൂർവം. അപ്പോൾ ഒരു പ്രഹ്ലാദൻ മാത്രമല്ല, ഒരു ധ്രുവൻ മാത്രമല്ല, ധ്രുവപ്രഹ്ലാദന്മാരെ അന്നും ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്. അതിൽ 2 ആളുടെ കഥ പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ കുട്ടികളാണ് ഇവിടെ സംസാര വിഷയം അല്ലെങ്കിൽ പ്രതിപാദന വിഷയം എന്നുണ്ടെങ്കിൽ അത് കേൾക്കുന്നവരൊക്കെ മുതിർന്നവരാണ്.
അപ്പം മുതിർന്നവരെ ഉദ്ദേശിച്ചിട്ടാണല്ലോ ശാസ്ത്രം രചിച്ചിരിക്കുന്നത്. പ്രായപൂർത്തി വന്നവരെ ആര് പറയണു എന്നുള്ളതല്ല അവിടെ പ്രസക്തം, എന്ത് പറയണു എന്നുള്ളതാണ് പ്രസക്തം. അപ്പം ഈ ശ്രീമദ് ഭാഗവതം അടിമുടി മനുഷ്യൻ്റെ സ്വഭാവവിശേഷം, മനുഷ്യൻ്റെ പെരുമാറ്റ സൗഷ്ഠവം, മനുഷ്യൻ്റെ സമ്പർക്ക മഹിമ മികവ് ഇതൊക്കെ വെളിപ്പെടുത്തുന്നതാണ്. സ്വഭാവം ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നതാണ്, നമുക്ക് കാണാൻ സാധിക്കില്ല. അത് പുറത്തേക്ക് വരുമ്പോഴാണ് പെരുമാറ്റം ബിഹേവിയർ ആവുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ സ്വഭാവ മഹിമ, ക്യാരക്ടറൽ എലിഗൻസ്, പെരുമാറ്റ സൗഷ്ഠവം, ബിഹേവിയറൽ മെജസ്റ്റി ആൻഡ് സമ്പർക്കത്തിലുള്ള മികവ്, എക്സലൻസ് ഇൻ ഇൻറ്ററാക്ഷൻ, ഇത് മൂന്നെണ്ണമാണ് നമ്മുടെ ശാസ്ത്രങ്ങളിലും ഇതിഹാസ പുരാണങ്ങളിലും എല്ലാം കാണുക. നചികേതസിൻ്റെ മുൻപിലേക്ക് വാജസ്രവസ് കോപിച്ച് തൻ്റെ മകനെ പറഞ്ഞയച്ചു, പോടാ നീ യമധർമ്മരാജാവിൻ്റെ അടുക്കിലേക്ക് എന്ന്. ആ കുട്ടി അക്ഷരം പ്രതി അച്ഛന് കോപം വന്നാലും സ്വല്പമെങ്കിലും കോപിക്കാതെ വിഷമിക്കാതെ ഒരു വിധത്തിലും അനുസരണശീലക്കേടില്ലാതെ നേരെ പോയി യമധർമ്മരാജാവിൻ്റെ അടുത്ത്. അന്നേ വരെ ആരും ചോദിച്ചിട്ടില്ലാത്തതും അറിഞ്ഞിട്ടില്ലാത്തതുമായ കാര്യങ്ങളാണ് ഈ നചികേതസ് എന്ന് പറയുന്ന കുട്ടി യമധർമ്മരാജാവിൻ്റെ മുൻപിൽ നിന്ന് ചോദിച്ചതും ആ യമനെ പറയാൻ നിർബന്ധിച്ച് കേട്ട് മനസ്സിലാക്കിയത്. അപ്പോൾ ഈ കുട്ടികൾ നമ്മുടെ മുൻപിൽ വരുന്നത് ഇന്നും മിനിഞ്ഞാന്നൊന്നും തുടങ്ങിയതല്ല. അനാദിയായിരിക്കുന്ന ഉപനിഷത്തുക്കളുടെ കാലമുണ്ടല്ലോ, ആ കാലം മുതൽക്ക് നമ്മുടെ കുട്ടികൾക്കൊരു സ്ഥാനമുണ്ട് അധ്യാത്മമായ പ്രതിപാദനങ്ങളിലെല്ലാം തന്നെ. അപ്പം ശൃംഗിയുടെ കാര്യം പറഞ്ഞ് ഒരുവിധം അവസാനിപ്പിച്ചിരിക്കുകയാണ് ഞാൻ. ആ ശൃംഗിയെ സമയോചിതമായി അച്ഛൻ ഉപദേശിക്കുന്നു. ഇതേമാതിരി നിങ്ങളെല്ലാവരും അവരവരുടെ കുട്ടികളെ, ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞിരിക്കാം, അപ്പം നിങ്ങളുടെ മക്കളോട് പറഞ്ഞ് മനസ്സിലാക്കുക, ആ ഒരു വേവ്, ഒരു തരംഗമുണ്ടാവട്ടെ നമ്മുടെ ഇടയിൽ. കുട്ടികളെ എന്തെങ്കിലും ചെയ്താൽ, ഞാൻ പറയണോ പറയണ്ടേന്ന് എനിക്ക് അറിയില്ല. ഒരു സമ്പന്ന കുടുംബം കൽക്കത്തയിലാണ്. അപ്പോൾ അവർക്കൊരു പെൺകുട്ടി, അവൾ നുണയും പറയും, അത്യാവശ്യം തട്ടും ചെയ്യും, കാര്യങ്ങൾ തട്ടിച്ചെടുക്കും. നമ്മുടെ ഇവിടെ ഗുരുപ്രിയാജി ഉണ്ടല്ലോ, അവരെന്നോട് പറഞ്ഞതാ. അപ്പം അവരുടെ ഫ്രണ്ടായിരുന്നു. അവരുടെ വീട്ടിൽ പോയപ്പോൾ ആ വീട്ടിൽ ആ കുട്ടിയുടെ മഹിമയെ പറ്റി അവർ പറയുക. നമ്മുടെ കുട്ടിയുണ്ടല്ലോ നല്ല ജാടക്കാരത്തിയാണ്. അവർ സ്കൂളിൽ ചെന്നിട്ട് അവൾ പല തട്ടിപ്പും നടത്തും. അവൾ തട്ടിച്ചു കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ എന്ന് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? പഠിച്ച കൂട്ടർ, സമ്പന്നര്, കഴിയാനില്ലാത്തവരല്ല, ധാരാളമുള്ളവർ. അപ്പം അമ്മ പറഞ്ഞു അത്രേ, മാജി പറഞ്ഞു അത്രേ, എന്താ നീ പറയുന്നത് എനിക്ക് മനസ്സിലാവണില്ല. നിന്റെ കുട്ടി തട്ടിപ്പ് കാട്ടി സഹപാഠികളിൽ നിന്ന് പലതും തട്ടിച്ചു കൊണ്ടുവന്നു എന്നല്ലേ പറയണത്. ഇത് കണ്ടുടനെയും കേട്ടുടനെയും അവളെ പറഞ്ഞ് മനസ്സിലാക്കി നിർത്തേണ്ടതല്ലേ എന്ന്. എന്തിനു പറയണു? ആ അമ്മയ്ക്ക് അപ്പോഴേ അത് മനസ്സിൽ തോന്നിയുള്ളൂ. നിങ്ങൾ പറയൂ, എവിടെയാണ് കേടത്? എവിടെയാണ് കേടതെന്നൊന്ന് പറയും, ഒന്ന് ആലോചിക്കൂ. ഞാൻ മലയാളത്തിൽ ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ത്? അമ്മേ, ചെറുവഴുതിനെ കട്ടപ്പോൾ എൻ്റെ ചെറുവിരൽ മുറിക്കാത്തത് കൊണ്ടല്ലേ ഞാൻ വലിയ കളവ് ചെയ്ത് പോലീസുകാർ പിടിച്ച് ജയിലിൽ കൊണ്ടിട്ടിരിക്കണേ പോകുന്നു. അമ്മയോടെ ജയിൽ പുള്ളി ചോദിക്കണതാ. ഞാൻ ചെറുവഴുതിനെ കട്ട് കൊണ്ടുവന്നപ്പോൾ ഇത് എവിടുന്നാ കൊണ്ടുവന്നതെന്ന് ചോദിച്ച് കളവാണെന്ന് മനസ്സിലാക്കി എന്നെ തടുത്തു നിർത്തുന്നതിന് പകരം നിങ്ങളത് കൂട്ടാൻ വെച്ച് കൂട്ടി ഒരു നിലയ്ക്ക് എന്നെ അഭിനന്ദിച്ചും കാണും. അങ്ങനെയാണ് എൻ്റെ കളവ് വളർന്ന് മുഴുക്കള്ളനായത്, ഞാൻ എന്നെ പിടിച്ചു കൊണ്ടിട്ടിരിക്കുന്നത്. അപ്പം എനിക്ക് പലപ്പോഴും തോന്നുകയാണ്, എന്താ തോന്നണേ, നമ്മുടെ കുട്ടികളിൽ വളർന്നു വരുന്ന പല പഴവുകൾക്ക് കാരണം അവരുടെ അച്ഛനമ്മമാരുടെ ബുദ്ധിമാന്ദ്യമോ ശ്രദ്ധക്കുറവോ സ്നേഹവാത്സല്യത്തിൻ്റെ പിഴച്ച പ്രയോഗമാണ്. സംശയമൊന്നുമില്ല. അവിടെയാണ് ഈ ശമീക മഹർഷിയും ശൃംഗിയും നമ്മുടെ മുൻപിൽ നിത്യസ്മരണീയരായി നിൽക്കുന്നത്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കിയാൽ അവർ ഗ്രഹിക്കില്ല എന്ന്. അവരുടെ ഭാഷയിൽ നിന്ന് എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ, അവർ മനസ്സിലാക്കും. പെറ്റു വളർന്നു വരുന്ന കുട്ടിക്ക് പോലും
നല്ല നിറങ്ങൾ, നല്ല ആകൃതികൾ കാണിച്ചു കൊടുക്കണം, നല്ല ശബ്ദങ്ങൾ കേൾപ്പിക്കണം. അമ്മ ആ കുട്ടിയെ തോളത്തിട്ടിട്ടും മടിയിലിരുത്തിയിട്ടും കൊഞ്ചി കൊഞ്ചി പലതും കാണിച്ചും കേൾപ്പിച്ചും കൊടുക്കണം. അത് എന്തു കൊടുക്കണു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒരു കുട്ടിയും സ്വന്തമായിട്ട് വളരുന്നില്ല. കണ്ടിട്ടും കേട്ടിട്ടും മണത്തിട്ടും നുണഞ്ഞിട്ടും തൊട്ടിട്ടുമാണ്. അടുത്ത കാലത്ത് നമ്മുടെ ഒരു ശിഷ്യൻ, അവൻ്റെ ഭാര്യ അമേരിക്കയിൽ പ്രസവിച്ചു. കുട്ടിക്ക് ചില തകരാറുണ്ടായിരുന്നു. ആ കുട്ടിയെ എടുക്കണം മുൻകൂട്ടി. ഗർഭകോശത്തിൽ വളർച്ച ശരിയാവില്ല. നമ്മൾക്കൊരു എത്ര ആഴ്ചയാണെന്ന് എനിക്കിപ്പോൾ പറയാൻ ഓർമ്മയില്ല, 4-5 ആഴ്ചകൾ മുമ്പ് എടുത്ത് ഗർഭപാത്രത്തിൽ പറ്റാത്ത വളർച്ച ആ കുട്ടിക്ക് നമ്മൾ എടുത്തിട്ട് ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളോട് ഇതൊക്കെ സംസാരിക്കുമല്ലോ, ചില നിർദ്ദേശങ്ങളൊക്കെ ചോദിക്കും. അപ്പം അവരങ്ങനെ തീർത്തു പറയുന്നുണ്ടെങ്കിൽ സമ്മതിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടിയെ 3-4-5 ആഴ്ച മുൻപെടുത്ത് അതിന് പ്രത്യേകമായിട്ടുള്ളൊരു പേരും സമ്പ്രദായമൊക്കെ ഉണ്ട്. അവിടെ കിടത്തി മുലപ്പാൽ കുറേശ്ശെ ബ്രഷ് പമ്പ് വെച്ചെടുത്ത് അത് ഡൈല്യൂട്ട് ചെയ്ത് പോഷകങ്ങളോട് കൂടി പ്രത്യേകിച്ച് കൊടുത്ത് അവരൊരു സമയത്ത് പറയേ, ഇപ്പം അമ്മ വന്ന് കുട്ടിയെടുക്കണം, ആ അമ്മയുടെ ചൂട് ആ കുട്ടിക്ക് തട്ടണമെന്ന്. കേൾക്കണുണ്ടോ നിങ്ങൾ എന്താ വിചാരിച്ചേ? കല്യാണം കഴിച്ചു, ഓടി നടന്നു, സിനിമയും കണ്ടു, ദാ ഗർഭമായിരിക്കുന്നു, ഡോക്ടർ പറഞ്ഞു. ആ ഗർഭമായിരിക്കുന്നു, നമ്മൾ ടി വിയും കാര്യങ്ങളായിട്ട് കൂടി. ബ്രഹ്മാവാണ് നിങ്ങളൊരു കുട്ടി ഉണ്ടാവുമ്പോൾ. ഒരു ബ്രഹ്മാവിന് ലോകം എങ്ങനെയോ അതുപോലെയാണ് നിങ്ങൾക്കൊരു കുട്ടി ജനിച്ചാൽ. ആ കുട്ടിയുടെ ബ്രഹ്മാവാണ് നിങ്ങൾ. ആ കുട്ടിയെ രചിക്കുന്നതും വളർത്തുന്നതും നിങ്ങളാണ്. പ്രായപൂർത്തി വന്ന് സ്വന്തമായി ചിന്തിക്കാനും തിരഞ്ഞെടുക്കാനും സാധിക്കുന്നത് വരെ അച്ഛനമ്മമാരുടെ ചൊൽപ്പടിയിലും ശിക്ഷണത്തിലും വളരുന്നു കുട്ടികൾ. ആ വളർച്ചയ്ക്ക് നിങ്ങളാണ് പൂർണ്ണ ഉത്തരവാദികൾ. അച്ഛനമ്മമാർ പറയണത് കേൾക്കാതെയാവുന്നവരെയോ ആവശ്യമില്ലെന്ന് തോന്നുന്നവരെയോ കുട്ടികൾക്ക് വേണ്ട സർവ്വതും കൊടുക്കുന്നത് അച്ഛനമ്മമാരാണ്. നിങ്ങൾ വിചാരിക്കും അത് ഭക്ഷണത്തിലും വസ്ത്രത്തിലും ഒതുങ്ങുന്നുവെന്ന്. എന്നാൽ എനിക്ക് പറയാനുള്ളത് അങ്ങനെയല്ല. ഭക്ഷണവും വസ്ത്രവും ദേഹത്തെ സംബന്ധിക്കുന്നതാണ്. നമുക്ക് പൂളക്കായ പോലെ തടിച്ചുണ്ടാവുന്ന കുട്ടികളല്ല ആവശ്യം. നമുക്ക് ആവശ്യം മിതമായ ശരീരം, മിതമായി ചിന്തിക്കുന്ന മനസ്സ്, മിതമായി ആലോചിക്കുന്ന ബുദ്ധി. എന്ത് കിട്ടിയാലും അതിൻ്റെ ഗുണമെന്ത് ദോഷമെന്ത് രണ്ട് വശങ്ങളും ഒരുപോലെ പരിഗണിക്കാൻ സാധിക്കുന്ന ഒരു പരിശീലനമാണ് കുട്ടികൾക്കുണ്ടാവേണ്ടത്. അത് എപ്പോൾ തുടങ്ങും? എപ്പോൾ വേണമെങ്കിൽ തുടങ്ങും. ആ കുട്ടി കയ്യും കാലും അനക്കി എന്തെങ്കിലും ഒന്ന് പിടിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആ കുട്ടിക്ക് വേണ്ടത് പഠിപ്പിച്ചു കൊടുക്കാം. ഇടയ്ക്ക് ഒന്ന് മിഴിച്ചു നോക്കേണ്ടി വന്നാൽ മിഴിച്ചു നോക്കണം, ശാസിക്കേണ്ടി വന്നാൽ ശാസിക്കണം, വേദനിപ്പിക്കേണ്ട മറ്റു പ്രകാരത്തിൽ. അവർക്ക് അറിയണം എന്താണ് അച്ഛനും അമ്മയ്ക്കും ഇഷ്ടം, ഞാൻ ചെയ്യാവുന്നത് എന്ത്, ചെയ്യാൻ പാടില്ലാത്തതെന്ത്. ചില കുട്ടികളുണ്ട് വാത്സല്യത്തിൻ്റെ പേരിൽ അയ്യോ എത്രയൊക്കെ സാധനങ്ങൾ നശിപ്പിക്കുന്നറിയോ. നശിപ്പിക്കരുത് എന്ന് പറയാൻ അച്ഛനമ്മമാർക്ക് സാധിക്കുന്നില്ല. എന്നിട്ട് 10,000 ഉറുപ്പിക ചെലവ് ചെയ്ത് സാധനങ്ങൾ കളിക്കോപ്പുകൾ മേടിച്ചു കൊണ്ടുവരും. 2 ദിവസത്തിനുള്ളിൽ കുട്ടി അത് നശിപ്പിക്കും. എന്നിട്ട് ഞാൻ ഈ കുട്ടിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല, പൊല്ലാപ്പ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്തുകൊണ്ടാ? കുട്ടിയെ നശീകരണം പറഞ്ഞ് മനസ്സിലാക്കിയില്ല. അയ്യോ ഇത് നിന്റെ കളിപ്പോപ്പാണ്, ഒരിക്കലും ഇത് കേടുവരുത്തരുത്. നിനക്ക് 25 വയസ്സാവുമ്പോഴും ഈ കളിക്കോപ്പ് നീ കളിച്ചതാണെന്ന് ഓർമ്മ വയ്ക്കുമാറ് വളർന്നിരിക്കണം എന്ന് ആ കുട്ടിയെ അവൻ്റെ ഭാഷയിൽ പറഞ്ഞ് പഠിപ്പിക്കാത്തത് എന്തേ? നിങ്ങൾ എന്താ ഈ പറയണത്? ആഗോളാടിസ്ഥാനത്തിൽ ചില അധ്യാപകന്മാർ റിസർച്ച് ചെയ്ത് പറയുകയാണ്, കുട്ടിക്ക് ആദ്യത്തെ 4 ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതാണ് അവനെ ലോകത്തിലെ ഏറ്റവും മികവുള്ളവനാക്കി തീർക്കുന്നത്. ആദ്യത്തെ 4 ക്ലാസ്, 1, 2, 3, 4 പ്രൈമറി ക്ലാസ് എഡ്യൂക്കേഷൻ. അവിടെയാണ് ഒന്നാന്തരം അധ്യാപകന്മാരെ വയ്ക്കേണ്ടത്. സാധാരണ ഇവിടെ എന്താ, 10 ക്ലാസ് പാസ്സായി ശാശു എന്ന് പറഞ്ഞു അധ്യാപകനാക്കി, അതിന് കുറേ പൈസ അങ്ങോട്ടും കൊടുക്കും. ഉദ്യോഗത്തിന് വയ്ക്കുന്ന ആളുടെ അടുത്ത് നിന്ന് ആരെങ്കിലും ഉദ്യോഗത്തിന് വയ്ക്കുന്ന ആൾക്കാർ
സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥന്മാര് ഉദ്യോഗത്തിന് വയ്ക്കാൻ പണം ചോദിക്കുന്നതിലേറെ നീചത്വമുണ്ടോ എന്നാണ് ഭൂപാനന്ദ സ്വാമി ചോദിക്കുന്നത്. അവർ ഉദ്യോഗത്തിനാണ് വന്നിരിക്കുന്നത്. ഉദ്യോഗം ഭരിച്ച് അവർക്ക് ശമ്പളം കിട്ടണം, അതുകൊണ്ട് കുടുംബം നടത്തണം. അങ്ങനെ നമ്മുടെ അടുത്ത് വരുമാനത്തിന് അപേക്ഷകരായി വന്നവരിൽ നിന്ന് തന്നെ ഉദ്യോഗത്തിന് വയ്ക്കണമെങ്കിലേ എനിക്ക് 4 ലക്ഷം തരണം എന്ന് പറഞ്ഞാൽ ഇതിലേറെ തെണ്ടാൻ നടക്കുകയാണ് നല്ലത്. നിങ്ങൾക്ക് വേണ്ടേപ്പാ ഒരു അഭിമാനം, സ്വാഭിമാനം എന്നൊന്നുണ്ടോ? ആര് പറഞ്ഞു സ്കൂൾ നടത്താൻ പണം മേടിച്ചിട്ട്? നിങ്ങൾ ഫീസ് ചാർജ് ചെയ്തോളൂ, എനിക്കൊരു വിരോധമില്ല. നന്നായ അധ്യാപകന്മാരെ വയ്ക്കൂ. ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നത് വലിയ ലാഭകരമാണെന്ന് കണ്ട് പല വ്യവസായ മേധാവികളും അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. നല്ല പഠിപ്പ് നിങ്ങൾക്ക് നൽകാൻ സാധിച്ചാൽ കുട്ടികൾ ക്യൂ നിൽക്കും അഡ്മിഷന് വേണ്ടി. ഇന്നും ഒന്നാം തരം സ്കൂളുകളിൽ അങ്ങനെയാണ്. ചില നല്ല നല്ല MBA കോഴ്സ് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നവർക്ക് ഏറ്റവും വലിയ വരുമാനമാണ് അപ്ലിക്കേഷൻ ഫീ. എത്രയാണ് ഈ അപ്ലിക്കേഷൻ ഫീ? ലക്ഷക്കണക്കിന് അപ്ലിക്കേഷനാണ് അത്ര വരുന്നത്. തിരഞ്ഞെടുക്കുന്നതോ 10, 50, 100, 200. എന്തിൻ്റെ പേരില്ല? പഠിപ്പിൻ്റെ പേര്. ആ പഠിപ്പിൻ്റെ ഗുണവിശേഷത്തിൻ്റെ പേര്, അതിൻ്റെ മികവിൻ്റെ പേര്, നിറവിൻ്റെ പേര്, തികവിൻ്റെ പേര്. അങ്ങനെ നല്ല പോലെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്യൂ. അല്ലാതെ ഉദ്യോഗത്തിന് വയ്ക്കാൻ പോകുന്നവരിൽ നിന്ന് കാശ് മേടിക്കില്ല. ഇതിലധികം നീചത്വം എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല. പാവങ്ങൾ അവിടെ വരണം, ഒരു ഉദ്യോഗം കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ദാരിദ്ര്യത്തിൻ്റെ പേരിലാണ് അവരും വരുന്നത്. അല്ലെങ്കിൽ ദാരിദ്ര്യമില്ലെങ്കിലും പണത്തിൻ്റെ കുറവുകൊണ്ട് അവരുടെ അടുത്ത് പണം മേടിക്കുക, എന്നിട്ട് ഉദ്യോഗത്തിന് വയ്ക്കുക, ഇപ്പുറത്ത് കൂടി കൊടുക്കുക. മേടിക്കുന്നത് ലക്ഷങ്ങൾ, കൊടുക്കണതോ 100കൾ. അയ്യോ, നമ്മുടെ സമുദായം എന്നാണാവോ ഒന്ന് നന്നാവുക? ഞാൻ വിഭാവനം ചെയ്യുന്ന ഇന്ത്യ, ഞാൻ കാണുന്ന ഇന്ത്യ ഇങ്ങനെ ഒരു പിച്ച ഇന്ത്യയല്ല. ഞാൻ കാണുന്ന ഇന്ത്യ മഹാലക്ഷ്മിയുടെ ഇന്ത്യ, പ്രഭുവിൻ്റെ ഇന്ത്യയാണ്. ആ പ്രഭുത്വം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അപ്പോഴേ രാജ്യം പ്രഭുത്വമണയുള്ളൂ. നമുക്ക് ആഹാരം കഴിക്കാൻ ഒരു വയറേ ഉള്ളൂ, സഞ്ചരിക്കാൻ ഒരു കാറേ ഉള്ളൂ, ഉടുക്കാൻ ഒരു ശരീരമേ ഉള്ളൂ, താമസിക്കാൻ ഒരു വീടേ വേണ്ടൂ. 2 കാറുകൾ നിങ്ങൾ സഞ്ചരിക്കൂ, 2 ശരീരത്തിന് വസ്ത്രം ധരിക്കൂ. അപ്പം നമ്മുടെ ആവശ്യങ്ങൾക്ക് എപ്പോഴും ഒരു ലിമിറ്റ് ഉണ്ടപ്പാ. എത്രയധികം പണം നിങ്ങൾ വേണമെങ്കിൽ സമ്പാദിച്ചോളൂ. സമ്പാദിക്കും തോറും അത് കൊടുക്കാൻ പഠിക്കൂ. കൊടുക്കുന്നവരുടെ കയ്യെ ഈശ്വരനും പ്രകൃതിയും കരുത്തു കൂട്ടും. കൊടുക്കാനുള്ള മനസ്ഥിതിയുള്ളവർ ലോകത്തിൽ വളരെ കുറവാണ്. ആരെങ്കിലും കൊടുത്തു തുടങ്ങിയാൽ ഏറ്റവും സന്തോഷിക്കുന്നത് മഹാപ്രഭുവാണ്. അദ്ദേഹം ആ കരങ്ങളെ ശക്തിപ്പെടുത്തും. നമ്മളിവിടെ കേരളത്തിൽ ഒരു ആയുർവേദ സ്ഥാപനമുണ്ട്, വളരെ വിശേഷപ്പെട്ടതാണ്, ഏറ്റവും പഴക്കമുള്ളതാണ്. അത് സ്ഥാപിച്ച കാലത്ത് ആ സ്ഥാപകൻ എങ്ങനെയായിരിക്കുക? ഉടുത്തൊരു മുണ്ട്, ഒരു 2ാം മുണ്ട്, ബനിയനില്ല, ഷർട്ടില്ല. ഇവിടെ നന്നായിട്ട് ഭസ്മം ധരിക്കും, ചന്ദനം ധരിക്കും, ചിലപ്പോൾ കറുത്ത ഓരോ പൊട്ടും കാണാം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നിങ്ങളുടെയൊക്കെ വിചാരം എന്താ? പാൻറ്, സൂട്ട്, അതൊക്കെ ശരിയാവുള്ളൂ എന്ന് ആര് പറഞ്ഞു? സ്ഥാപനം നടത്തുന്നത് ബുദ്ധിയാണ്, മനസ്സാണ്, വ്യക്തിപ്രഭാവമാണ്. ആ പ്രഭാവമുള്ള ആള് ദീർഘദൃഷ്ടിയോടുകൂടി തുടങ്ങിയ സ്ഥാപനം. ആ സ്ഥാപനത്തിൽ വിൽപ്പന കുറഞ്ഞാൽ ഉടനെ ധർമ്മചികിത്സ കൂട്ടുമത്രേ, ഫ്രീ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഫ്രീ ട്രീറ്റ്മെൻറ്റ് അങ്ങോട്ട് കൂട്ടുമ്പോൾ തന്നെത്താനെ സെയിൽസ് വർദ്ധിക്കുന്ന പറയണത്. അത് ഇന്നും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു ധർമ്മസ്ഥാപനമായിട്ടാണ് കഴിഞ്ഞുകൂടുന്നത്. നിങ്ങൾ വിചാരിക്കണു ഈ ആധ്യാത്മികത എല്ലാം വിട്ട് ഓടിപ്പോയി കാട്ടിൽ തപസ് ചെയ്ത് ഏകാഗിയായി കഴിയുന്നതിനാണെന്ന്. അങ്ങനെ ആയിക്കോട്ടെ, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഈ ആധ്യാത്മികത മഹാരാജാക്കന്മാരുടെ പ്രത്യേക സമ്പത്തും വൈഭവവുമായിരുന്നു. ഏവം പരമ്പരാപ്രാപ്തമിമം രാജർഷയോ വിദുഹു എന്നാണ് കൃഷ്ണൻ അർജുനോട് പറയുന്നത്. പരമ്പരയായി വന്നിട്ടുള്ള ഈ ബ്രഹ്മവിദ്യ, അർജുന
രാജർഷിമാരാണ് മനസ്സിലാക്കി കയ്യിൽ വെച്ചത്. സിംഹാസനത്തിലിരുന്ന് പ്രജകളെ ഭരിക്കുന്ന എല്ലാവിധത്തിലുള്ള അധികാരവും തികവും മികവുമുള്ള രാജാക്കന്മാരുടെ ഉള്ളിൽ സമത്വബുദ്ധിയോടുകൂടി ജീവിക്കാനും എന്തു തന്നെ വന്നാലും അതിനെ ഉദാരമായി സ്വീകരിച്ച് അണയ്ക്കാനും എന്തു പോയാലും ഒരു കൂസലുമില്ലാതെ കഴിയാനും ആരുടെ മുൻപിലും തൻ്റെ ധർമ്മത്തെയും സത്യത്തെയും ലാക്കാക്കി ഉയർന്നു നിൽക്കാനും കെൽപ്പുള്ളവനാണ് മഹാരാജാവ്, ഭരണാധികാരി. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. അർജുനന് കൃഷ്ണൻ നൽകിയതെന്താ? ധൈര്യം, ആശയെ തെളിച്ച ഒരു പ്രഭുത്വമാണ് നൽകിയത്. നീ ഏഴയല്ല, പിച്ചയല്ല, മഹാപ്രഭുവാണ്. നിനക്ക് കൂസലില്ല, കോട്ടമില്ല, നിനക്ക് തളർച്ചയില്ല. നീ ഹിമാലയം പോലെ മഹാപേരു പോലെ ഇളകാതിരിക്കുന്നവനാണ്, സ്ഥിരനാണ്. നിന്നെ കുലുക്കാനോ തട്ടിയിടാനോ ഈ ലോകത്തിൽ ഒരു ശക്തിയുമില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ചെയ്തത്. ഇതാണ് നമുക്ക് വേണ്ടത്. എവിടുന്നാ ഞാൻ തുടങ്ങിയത്? ശൃംഗിയുടെ അടുത്ത് നിന്ന്. ആ ശമീക മഹർഷി ആ കുട്ടിയെ അഭിനന്ദിക്കാതെ പറയുകയാണ്, പ്രായശസാധവോ ലോകേ പരൈർ ദ്വന്ദ്വേഷു യോജിതാ ന വ്യഥന്തി ന ഹൃഷ്യന്തി യഥാ ആത്മാ അഗുണാശ്രയ. എനിക്ക് ഈ ശ്ലോകം എത്ര ഇഷ്ടമാണെന്ന് ഞാൻ അന്നും നിങ്ങളോട് പറഞ്ഞു. സജ്ജനങ്ങൾ, സാധുക്കൾ എങ്ങനത്തെ വരാ? പരൈർ ദ്വന്ദ്വേഷു യോജിതാഹ. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പല വിധത്തിലുള്ള സമീപനങ്ങളുമാണ് ജനങ്ങളിൽ നിന്നുണ്ടാവുക. കുറ്റം പറയുന്നവരുണ്ടാവും, നല്ലത് പറയുന്നവരുണ്ടാവും, ശകാരിക്കുന്നവരുണ്ടാവും, ദോഷം ആരോപിക്കുന്നവരുണ്ടാവും. ശ്രീകൃഷ്ണൻ സമന്തകം കട്ടുകൊണ്ടുപോയി എന്ന് പറഞ്ഞില്ലേ? ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു? കരഞ്ഞോ? ഉരുണ്ടോ? എന്താ ചെയ്തേ? അത് വേണ്ടതുപോലെ നേരിട്ടു. എന്നിട്ട് തിരിച്ചു വരുമ്പോഴോ ശമന്തകമുണ്ട്, കൂടെ ജാമ്പവാൻ സമ്മാനം കൊടുത്ത കന്യകയുണ്ട്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കേൾക്കുന്നുണ്ടോപ്പാ? ഇത് ഒരു കൃഷ്ണന് ആദ്യകാലത്ത് നടക്കുക, അത് മാത്രമേ പറ്റുള്ളൂ? അതോ ഇതൊരു ശാശ്വത സത്യമോ? അതോ ഇത് എക്കാലത്തേക്കുമുള്ള മാനവധർമ്മമോ? ആലോചിക്കും. ഈ പുസ്തകം അന്ന് ഇല്ലാതെ ആയതല്ല, അതിവിടെ ഉണ്ട്. ഇത് എഴുതിയിട്ട് 1400 കൊല്ലം കഴിഞ്ഞു ചുരുങ്ങിയത്. ഇതിൻ്റെ തുടക്കം വേദവ്യാസനും അതിനു മുൻപുള്ളതാ. ആ പുസ്തകം ഇന്നും ഉണ്ട് നമ്മുടെ മുൻപിൽ. ഈ മൂല്യങ്ങൾ ശാശ്വതമാണ്, നിത്യസ്മരണീയമാണ്, എന്നും അനുസരണാർഹമാണ്. ഇത് മനുഷ്യനെ അലങ്കരിക്കുന്നതാണ്, മനുഷ്യനെ ഉത്കൃഷ്ടനാക്കി തീർക്കുന്നതാണ്, ഉദാരചരിതനാക്കി തീർക്കുന്നതാണ്, വിശാല ഹൃദയനാക്കുന്നു, അതിശ്രേഷ്ഠനാക്കുന്നു, മാതൃകയാക്കുന്നു മനുഷ്യർക്ക് വേണ്ടി. അങ്ങനെ വിശേഷപ്പെട്ട ഒരു വൈഭവമാണിത്. ആ മൂല്യങ്ങളാണ് ഭാഗവതത്തിൽ അടിമുടി. ശൃംഗി ശപിച്ചു. ആ ശാപം ശമീക മഹർഷിയിലോ ആ ശൃംഗിയുടെ സഹപാഠികളിലോ മാത്രം ഒതുങ്ങി നിൽക്കാതെ കാട്ടുതീ പോലെ പരന്നു പരീക്ഷത്തിൻ്റെ ചെവിയിലുമെത്തി. പരീക്ഷത്ത് ആനയ്ക്കും അടി തെറ്റെന്ന് പറഞ്ഞ പോലെ ഒരു അടി തെറ്റിയത് ശരിയാണ്. പക്ഷേ പരീക്ഷത്ത് ഒരു മഹാത്മാവായിരുന്നു. അപ്പം താൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നി. ആ ഉദ്വേഗത്തിൻ്റെ പേരിൽ ആ സമയത്ത് അങ്ങോട്ട് തെറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തത് ശരിയായി എന്ന് പറഞ്ഞ് നടിക്കുന്ന ഒരു മഹാരാജാവായിരുന്നില്ല അദ്ദേഹം. രാജബുദ്ധി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോയപ്പോൾ മഹീപതി സ്വതത് കർമ്മഗർഹ്യം വിചിന്തയന്ന ആത്മകൃതം സുദുർമനാ അഹോമയാ നീചമനാര്യവത്കൃതം നിരാഗസി ബ്രഹ്മണി ഗൂഢചേതസി. ഞാൻ പറഞ്ഞില്ലേ, ഏത് സീൻ വിവരിക്കുന്ന സമയത്തും നമ്മുടെ തപസ്വികൾക്ക്, മഹർഷിമാർക്ക് അവർക്ക് വാക്കുകളുടെയോ ഭാവനകളുടെയോ ആശയങ്ങളുടെയോ ഒരു കുറവുമില്ല. മഹീപതി സ്വഥ തത് കർമ്മഗർഹ്യം വിചിന്തയന്ന ആത്മകൃതം സുദുർമനാ അഹോമയാ നീചമനാര്യവത്കൃതം നിരാഗസി ബ്രഹ്മണി ഗൂഢചേതസി. അയ്യോ മഹീപതി ആരായി ചെയ്തത്? ഒരു മഹാരാജാവാ.
മഹാരാജാവിന് ഒരൊറ്റ വിചാരമേ ഉള്ളൂ, പ്രജാവാത്സല്യം. എവിടെയും അദ്ദേഹം ഓടിയെത്തണം. ആര് കഷ്ടപ്പെടുമ്പോഴും ചെന്നെത്താൻ്റെ പറ്റില്ല. അങ്ങനെ പ്രജാവാത്സല്യം മാത്രം നിറഞ്ഞിരിക്കുന്നതാ. അദ്ദേഹത്തിൻ്റെ കുടുംബമോ രാജ്യമോ കുട്ടികളോ ഒന്നുമല്ല മഹാരാജാവിൻ്റെ മനസ്സിൽ, പ്രജകളാണ്. ശ്രീരാമൻ അതിൻ്റെ പേരിലല്ലേ ഗർഭിണിയായ സീതയെ ഉപേക്ഷിച്ചത്. ആലോചിച്ച് നോക്കൂ. നമുക്ക് വലിയ ഒരു പൈതൃകമുണ്ട്, പാരമ്പര്യമുണ്ട്, സംസ്കാരമുണ്ട്, ഒരു മഹിമയുണ്ട്. അത് കാശല്ല, പണമല്ല, വെറും സയൻസോ വെറും ടെക്നോളജിയോ അല്ല. ടെക്നോളജിയൊക്കെ നമ്മുടെ കയ്യിൽ എന്നോ ഉണ്ടല്ലോ. ഒരു അശോക സ്തംഭം പോലെ ഒരെണ്ണം ലോകം ഉണ്ടാക്കിയത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ്. സ്റ്റീൽ ടെക്നോളജിയിൽ വളരെ കേമന്മാരായിരുന്നു നമ്മൾ. ഞാൻ ഇടയ്ക്കൊക്കെ അത് പറയാറുണ്ട് നമ്മുടെ ശാസ്ത്രങ്ങൾ ഉദ്ധരിച്ച്. മഹീപതി തു അധ തത് കർമ്മഗർഹ്യം വിചിന്തയൻ. അയ്യോ, ഞാൻ എന്താ ചെയ്തത്? വെള്ളം കുടിക്കാൻ പോയി, ദാഹം എന്നെ കീഴടക്കി. ആ മഹർഷിയോട് കോപിച്ചു, വെള്ളം കിട്ടാത്തതിൻ്റെ പേര്. എന്നിട്ട് കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുന്ന മഹർഷിയെ നോക്കി, ഇത് കാപട്യമോ അതോ വാസ്തവത്തിൽ സമാധിസ്ഥിതിയോ എന്നിങ്ങനെ സംശയിച്ചു പോയി. എനിക്കറിയില്ലല്ലോ, മഹർഷിയല്ലേ സമാധിയിലിരിക്കുന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തെ പറ്റി ഊഹിക്കണത് ഇങ്ങനെ ആകാമോ? എന്നിട്ട് പുറത്ത് ആ ദേഷ്യത്തിൽ ചെന്നപ്പോൾ ഒരു ചെത്ത പാമ്പ് കിടക്കുന്നു. അതിനെ വില്ലിൽ തോണ്ടിയിട്ട് കഴുത്തിൽ മാലയായി കൊണ്ടിട്ടു. മിനിറ്റുകൾ കൊണ്ട്, സെക്കൻഡുകൾ കൊണ്ട് കഴിഞ്ഞു ദുഷ്കൃത്യം. വിചിന്തയൻ ആത്മകൃതം സുദുർമനാ. ഒരു പ്രവൃത്തി ചെയ്യണത് എളുപ്പമാണ്, ചെയ്ത ശേഷം അതിനെ സ്മരിക്കുന്നതോ വിസ്മരിക്കുന്നതോ എളുപ്പമല്ല. അപ്പോൾ സുദുർമനാ, ഇത്ര ദുഷിച്ച ഒരു മനസ്സാണോ എൻ്റെ? അഹോ മയാ നീചം അനാര്യവത്കൃതം. നിങ്ങൾ കേൾക്കുന്നുണ്ടോ കൂട്ടരെ? ഇതൊക്കെ വായിക്കണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഞാൻ പറയുന്നത് കൊണ്ട് മുഴുവനാവില്ല, ഞാൻ നല്ല പോലെ പറയാൻ നോക്കുന്നുണ്ട്. അഹോ, എന്തൊരു മഹാപാപാപ്പ. മയാ നീചം അനാര്യവത്കൃതം. ഒന്നും അറിയാതെ, അനാര്യൻ എന്ന് വെച്ചാൽ ഒരു യോഗ്യതയില്ല, ഒരു പഠിപ്പും ഇല്ല, ഒരു കേമത്വവും ഇല്ല. അങ്ങനെ പ്രാകൃതനായി മദ്യപനെ പോലെയുള്ള ഒരുവനാണ് ഇത്തരത്തിലുള്ള ദുഷ്കൃത്യങ്ങൾ ചെയ്യുക. ഞാൻ സിംഹാസനത്തിലിരുന്ന് എല്ലാ പ്രജകൾക്കും ക്ഷേമം ഉറപ്പുവരുത്താനുള്ള മഹാരാജാവ്. ആ മഹാരാജാവാണ് തൻ്റെ വില്ലുകൊണ്ട് ചെത്തൊരു പാമ്പിനെ തോണ്ടി തപസ്വിയായ ഒരു മഹർഷി കണ്ണടച്ച് ധ്യാനിക്കുന്ന സമയത്ത് കഴുത്തിൽ കൊണ്ടിട്ടത്. നിരാഗസി ബ്രഹ്മണി ഗൂഢചേതസി. ഈ മഹർഷിമാർക്കും തപസ്വികൾക്കുമുള്ള ബലം എന്താ? കയ്യൂക്കല്ല, അവർക്ക് സ്വത്തല്ല, ധനമല്ല, പഠിപ്പുമല്ല. അവരുടെ കയ്യിൽ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഗൂഢചേതസി എന്നാണ്. അവരുടെ എല്ലാ യോഗ്യതകളും നിഗൂഢമായി അവരുടെ മനസ്സിലും ബുദ്ധിയിലുമാണുള്ളത്. നിരാഗസി, ഒരപരാധവും പാവം ആ മഹർഷി ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. ഞാൻ പോയത് അദ്ദേഹം അറിഞ്ഞില്ല, കണ്ണടച്ചിരിക്കുകയാണ്. അതിന് അദ്ദേഹത്തെ കുറ്റം പറയാമോ? പാടില്ല. ഞാൻ വേണ്ടത് അവിടെ നിൽക്കുകയായിരുന്നു. ഒന്ന് തപ്പി നോക്കുക, വെള്ളം എവിടെയെങ്കിലും ഉണ്ടാവും. ആ വെള്ളം സ്വയം എടുത്ത് കുടിക്കുക. എന്നിട്ട് മഹർഷി കണ്ണ് തുറക്കുന്നത് വരെ കാത്തിരിക്കുക. സാധു മഹാത്മാക്കളെ കാണുന്നത് വളരെ അപൂർവമാണ്, ദർശനം കിട്ടില്ല. ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് പോയതെന്ന് ശരി. അപ്പം അവിടെ ധ്യാനമഗ്നനായിരിക്കുന്ന ഒരു മഹർഷിയാണ് കണ്ടത്. ഉടനെ ഇതൊരു വലിയ അവസരമാണല്ലോ. ഗംഗയിൽ പോയി സ്നാനം ചെയ്യുന്നതിനേക്കാൾ വിശേഷമാണ് ഒരു മഹർഷിയുടെ കണ്ണിന് നോട്ടം. ആ നോട്ടത്തിൽ നമുക്കൊന്ന് മുങ്ങാൻ പറ്റിയ ഗംഗാസ്നാനത്തിനേക്കാളും പവിത്രമാണെന്ന് പറയാറുണ്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് അദ്ദേഹം എണീക്കുന്നത് വരെ നിന്ന് നമസ്കരിച്ച് അനുഗ്രഹം മേടിച്ച് പോരേണ്ടവനാണ്. ആ ആളാണ് നിരാഗസി ബ്രഹ്മണി ഗൂഢചേതസി, ഈ ചെയ്ത അപരാധം. ധ്രുവം തതോ മേ കൃതദേവഹേളനാത് ദുരത്യയം വ്യസനം നാതിദീർഘാത് തതസ്തു കാമം ത്വഹനിഷ്കൃതായ മേ യഥാന കുര്യാം പുനരേവമദ്ധാ. കൂട്ടരെ, നിങ്ങൾ നല്ലോണം കേൾക്ക്. ആർക്കും അബദ്ധം പറ്റാം. ചെറുപ്പകാലത്ത് ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ, കുട്ടികളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ പറയും, ഡോ എന്താ ഈ പറയണേ, ഉപ്പും പുളിയും തട്ടുന്ന നാവല്ലേ, അതുകൊണ്ട് തെറ്റും തകരാറും ഒക്കെ വരുന്നു. ഉപ്പും പുളിയും തട്ടുന്ന നാവിന് തെറ്റും തകരാറും വരുമത്ര. ഇതൊക്കെ ഒരു പഴമൊഴിയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ
എല്ലാ സമയത്തും ചെറുപ്പം മുതൽക്ക് മുതിർന്നാലെല്ലാം ചില പിഴവുകളൊക്കെ വരും. ഉപ്പും പുളിയും കൂട്ടണമെന്നാവല്ലേ, വാക്ക് പിഴച്ചു പ്രവൃത്തി പറച്ചു എന്നൊക്കെ വരാം. അങ്ങനെ പിഴച്ചാൽ ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് എന്താ? അത് മൂടി വയ്ക്കല്ല. കുട്ടികളായിരിക്കുമ്പോൾ അച്ഛനമ്മമാരുടെ അടുത്ത് പോയി പറയണം. ഞാൻ കുട്ടികളോട് പറയാറുള്ളത് ഒരു നിർദ്ദേശം എന്താണെന്നറിയോ നിങ്ങൾക്ക്? കുട്ടികളെ, നിങ്ങൾക്ക് പ്രായമൂപ്പ് വന്ന് അച്ഛനമ്മമാരുടെ പരിരക്ഷണമില്ലാതെ ജീവിക്കാൻ കഴിയും എന്ന് തോന്നുന്നത് വരെ നിങ്ങളുടെ മനസ്സിൽ അമ്മയോടോ അച്ഛനോടോ പറയാൻ പറ്റാത്ത ഒരു സംഗതിയും ഉണ്ടാവരുത്. നിങ്ങൾ എന്തു വേണമെങ്കിൽ ചെയ്തോളൂ, എനിക്ക് വിരോധമില്ല. ചെയ്യുന്നതിന് മുൻപോ ചെയ്യുമ്പോൾ ടെലിഫോൺ ചെയ്ത് പറയേ, അല്ലെങ്കിൽ ചെയ്തതിന് ശേഷമോ അത് അമ്മയോടെങ്കിലും പറയണം. അച്ഛനോട് പറയാൻ സാധിച്ചില്ല, അല്ല, കുറച്ച് അകൽച്ച തോന്നാമല്ലോ കുട്ടികൾക്ക്. എന്തു വേണമെങ്കിൽ ചെയ്തോളൂ, പക്ഷേ ചെയ്യുന്നത് അമ്മേ ഞാനിത് ചെയ്യാൻ പോകും, അല്ലെങ്കിൽ എനിക്ക് സ്കൂളിൽ വന്ന് പെട്ടെന്ന് ഞാൻ ഇവിടുന്ന് ഒരു സ്ഥലത്തേക്ക് പോവുക, പറയാൻ പറ്റിയില്ല, ഇതാ പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയുക. അല്ലെങ്കിൽ ചെയ്തതിന് ശേഷം. ഈ ഒരൊറ്റ നിയന്ത്രണം നിഷ്ഠ നിങ്ങൾ പാലിച്ചാൽ മതി. എന്തായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് തെറ്റൊക്കെ സംഭവിച്ചു എന്ന് വരാം. ആ തെറ്റ് വന്നാൽ അതിനെ പൂത്തി വയ്ക്കരുത്, മൂടി വയ്ക്കരുത്. ആരോടും പറയാതെ കഴിച്ചു കൂട്ടരുത്. ചിലരുടെ നെഞ്ഞത്ത് അടക്കുവെട്ടി പോലെയാ രഹസ്യങ്ങൾ. എന്ത് പ്രാന്താത്! നിങ്ങൾ കല്യാണം കഴിച്ചാൽ ഭാര്യയോടോ ഭർത്താവോടോ ഉള്ളൊക്കെ തുറന്ന് സംസാരിക്കാനല്ലേ ഈ കല്യാണം. ഈ രണ്ടാൾ കൂടി ഒരുമിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? കലവറയില്ലാത്തൊരു സ്നേഹം, കലവറയില്ലാത്തൊരു സൗഹൃദം, കലവറയില്ലാത്തൊരു അന്യോന്യത, അത് വളർത്തിയെടുക്കാനാണ് കല്യാണം കഴിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് ദാമ്പത്യ ലീലകളൊക്കെ. പക്ഷെ സ്വതവേ ജീവിതം ദാമ്പത്യ ലീലയിൽപ്പെട്ടതല്ല എന്നും. 24 മണിക്കൂറിൽ എത്ര നേരം ഉണ്ടാവും? അപ്പം ഇത് വളരെ പ്രധാനമാണ് ഈ കാര്യങ്ങൾ. അപ്പം അദ്ദേഹത്തിൻ്റെ ആ അനുശോചം, ആ പരിതാപം, പ്രായശ്ചിത്തം നോക്കൂ. ധ്രുവം തതോ മേ കൃതദേവഹേളനാത് ദുരത്യയം വ്യസനം നാതി ദീർഘാത് തതസ്തു കാമം ത്വഘനിഷ്കൃതായ മേ യഥാന കുര്യാം പുനരേവ മദ്ധാ. ധ്രുവം തീർച്ചയാണെന്നാണ് പറയണത്. ആര്? പരീക്ഷിത്ത്. തതോ മേ കൃതദേവഹേളനാത്, ഞാൻ ദേവനെയാണ് അവഹേളിച്ചിരിക്കുന്നത്. ബ്രാഹ്മണര്, മഹർഷിമാര്, തപസ്വികളൊക്കെ ദേവതുല്യന്മാരാ. അവര് മനുഷ്യരെന്ന് പറഞ്ഞുകൂടാ. ഭൂമിയിൽ ജനിച്ച് സാധാരണ നരന്മാരായി ജീവിക്കുന്നവരെ മനുഷ്യരെന്ന് പറയാം. പക്ഷേ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവരുടെ മനസ്സിൽ എപ്പോഴും അലൗകികമായിരിക്കുന്ന ആ ഈശ്വരനോ പരമാത്മാവോ ആണ് അവരുടെ മനസ്സിലുള്ള വിചാരം. അവർ പറയുന്നത്, ചിന്തിക്കുന്നത്, വ്യവഹരിക്കുന്നത്, ധ്യാനിക്കുന്നത്, വിമർശിക്കുന്നത്. എപ്പം വിമർശിക്കുന്നുണ്ടെങ്കിലും അയ്യോ, ഈശ്വരൻ്റെ കാരുണ്യത്തോടു കൂടി പൊരുത്തപ്പെടുന്നതാണോ ഇത്തരം സാഹചര്യങ്ങൾ എന്നിങ്ങനെ വിമർശനാത്മകമായും ചിന്തിക്കാം ഈശ്വരനെ പറ്റി. പക്ഷെ ഈശ്വരനായിരിക്കണം ചിന്താവിഷയം. അപ്പോൾ ആ ഒരു ദേവനെ ഞാൻ അവഹേളിച്ചു. ഈ അവഹേളനം ഉപായപ്പെട്ടതല്ല. പാമ്പിൻ്റെ ജഡമാണ് ഞാൻ കൊണ്ടുപോയി കഴുത്തിലിട്ടത്. ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ദുരത്യയം വ്യസനം നാതി ദീർഘാത്, അധികം താമസമൊന്നും ഉണ്ടാവില്ല. ഞാൻ വലിയ ദുരന്തത്തിലാണ് ചെന്ന് പെടാൻ പോകുന്നത് എന്ന് തീർച്ചയാണ്. ഈ ചെയ്ത പ്രവൃത്തിക്ക് തക്കതായ ഒരു ഫലം ഉണ്ടാവാതെ പറ്റില്ല. മഹർഷി കുറേ കഴിഞ്ഞെങ്കിലും എണീക്കും. ആ മഹർഷിക്ക് കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടി ഇത് അറിയും. എനിക്ക് ദേഷ്യം വന്ന മാതിരി, കോപം വന്ന മാതിരി മഹർഷിയുടെ വേണ്ടപ്പെട്ടവർക്കും കോപം വരാം. അപ്പം ഞാൻ കോപത്തിൽ ഇങ്ങനെ ചെയ്താൽ അവർ കോപത്തിൽ എന്തു ചെയ്തുകൂടാ? തതസ്തു കാമം ത്വഘനിഷ്കൃതായ മേ, എന്ത് ദുരന്തം വേണമെങ്കിൽ വന്നോട്ടെ. തദസ്തു, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? തദസ്തു, അത് ഉണ്ടായിക്കോട്ടെ എന്ന്. കാമം പൂർണ്ണമായി ഞാനിനി എത്ര കാലം ജീവിക്കുന്ന അറിയില്ല. അപ്പം ഇതിനുള്ള ശിക്ഷ എന്തുണ്ടോ അത് നല്ല പോലെ ഉണ്ടാവട്ടെ. അഘനിഷ്കൃതായമേ, അതുവഴിക്ക് എൻ്റെ പാപം മുഴുവൻ നശിച്ചു പോട്ടെ. യഥാന കുര്യാം പുനരേവ മദ്ധാ, ഞാൻ ഇനി ഒരു കാലത്തും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യരുത്. അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റിയ തരത്തിലുള്ള ശിക്ഷയോ വേദനയോ പരിഹാരമോ എന്താന്ന് വെച്ചാൽ അത് ഉണ്ടായിക്കോട്ടെ എന്ന്. താങ്ങാനാവാത്ത ദുരന്തം ഉണ്ടാവും എന്ന് പറഞ്ഞ് പരീക്ഷിത്ത് മഹാരാജാവ് തയ്യാറെടുക്കുകയാണ്. അദ്യൈവ രാജ്യം ബലമൃദ്ധകോശം പ്രകോപിത ബ്രഹ്മകുലാനലോ മേ
ദഹത്വ അഭദ്രസ്യ പുനർനമേ അഭൂത് പാപീയസി ധീർ ദ്വിജദേവ ഗോഭ്യ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ കൂട്ടരുത്? ഞാൻ കഥ പറയുകയാണോ അതോ ഇന്ത്യ രാജ്യത്തിലെ നമ്മുടെ പുണ്യഭൂമിയായ ഈ ഭാരതത്തിലെ അനാദികാലം മുതൽക്കുള്ള തത്വമൂല്യങ്ങളെയാണോ ഈ സ്വാമിജി പ്രതിപാദിക്കുന്നത്? അതോ വെറും ഒരു പരീക്ഷിത്ത് പാമ്പിനെ കഴുത്തിൽ കൊണ്ടിട്ട കാര്യം? ആ കഴുത്തിൽ കൊണ്ടിട്ടതേ സംബന്ധിച്ച് ആ ഇട്ടവൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ആ പ്രതിപാദിക്കുന്നത് ആരാ? ഒരു ചരിത്രകാരനല്ല. ലോകത്തിൽ പല വിധത്തിലും ആഡംബരത്തിന് വിധേയമായി നടക്കുന്നവനല്ല. തപസ്വിയായി കുടീരത്തിൽ തപസ് ചെയ്ത് കഴിയുന്ന മഹർഷിയാണ്. അദ്ദേഹത്തിന് ഈ ലോകത്തിൽ നിന്ന് ഒന്നും കിട്ടാനില്ല, കൊടുക്കാനുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ താൻ അറിയുന്ന അറിവും അനുഭവവും വിദ്യയും ജ്ഞാനവുമാണ് കൊടുക്കാനുള്ളത്. അതാണ് അദ്ദേഹം അമ്മയുടെ മുലകൾ ചുരത്തി കുട്ടിക്ക് പാല് കൊടുക്കുന്നത് മാതിരി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ ചുരന്ന് വരുന്നതാണ് താളിയോലയുടെ ഞരമ്പുകൾ മുറിച്ച് എഴുതുന്നത്. ഈ താളിയോലയിൽ എഴുതുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. ഒരു ഓലയിൽ 5 or 6 വരി ഉണ്ടാവും. അതിൽ ഒരക്ഷരം തെറ്റിയെന്നുണ്ടെങ്കിൽ അതിനെ മായ്ക്കാൻ പറ്റില്ല. ആ ഓല ഉപേക്ഷിച്ച് ബാക്കി വേറെ എഴുതേണ്ടി വരും. അപ്പം എത്രത്തോളം ഏകാഗ്രത വേണമെന്നൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആ എഴുത്ത് മുത്ത് പോലെയാണ് എഴുതുക. നല്ല കനമുള്ള ഒരു ഇരുമ്പ് പെൻസിലാണ്. അതിങ്ങനെ പിടിച്ച് അതിൻ്റെ തുമ്പ് ഇങ്ങനെ മുറിച്ച് എഴുതണം. അത് കോടാനൊന്നും പാടില്ല. അങ്ങനെ എഴുതിയതാണ് ഈ ഗ്രന്ഥങ്ങൾ മുഴുവനും. അദ്യൈവ രാജ്യം ബലമൃദ്ധകോശം പ്രകോപിത ബ്രഹ്മകുലാനലോമേ ദഹതു. ഇന്ന് തന്നെ എൻ്റെ രാജ്യം ബലം വൃദ്ധകോശം, എൻ്റെ കയ്യിൽ എന്തെല്ലാം ബലമോ സന്നാഹങ്ങളോ സൈന്യാദികളോ ഉണ്ടോ, എൻ്റെ കോശത്തിൽ ഭണ്ഡാരത്തിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും പ്രകോപിത ബ്രഹ്മകുലാനലോമേ. ഞാനൊരു ബ്രാഹ്മണനെ, ഒരു മഹർഷിയെ പ്രകോപിപ്പിച്ചു. ആ പ്രകോപിപ്പിച്ചതിൻ്റെ ഫലം എന്താ? അദ്ദേഹം എണീറ്റ് കാണുമ്പോൾ, അല്ലെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ അവർ വഴിക്ക് അനലോമേ, അതൊരു കാട്ടുതീ പോലെ കത്താനാ പോകുന്നത്. ഭവതു അഭദ്രസ്യ, അതങ്ങനെ തന്നെ ആയിക്കോട്ടെ. അഭദ്രസ്യ പുനർനമേ ഭൂത്, ഞാൻ ചെയ്തത് വലിയ അമംഗളമാണ്. അമംഗളകാരിയായ ഞാൻ, എനിക്കത് ഉണ്ടാവട്ടെ. പാപീയസീധീർ ദ്വിജദേവഗോഭ്യ, ഇനി ഒരിക്കലും എൻ്റെ മനസ്സിൽ ദ്വിജന്മാർക്കോ ദേവന്മാർക്കോ പശുക്കൾക്കോ ഒരു തെറ്റ് ചെയ്താനായി തോന്നരുത്. ഇവരിൽ ആരിലും ഞാനൊരു തെറ്റ് ചെയ്തു പോകരുത്. ഒരു പശുവിനെ കണ്ട എന്തെങ്കിലും തരത്തിൽ വേദനിപ്പിക്കുക അല്ലെങ്കിൽ നിഷേധിക്കുക വലിയ പാപമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പശു നമുക്ക് പാല് തരുന്നതാണ്. പെറ്റമ്മ തരാൻ സാധിക്കാത്ത പാലാണ് പശു തൻ്റെ കുട്ടിക്ക് പോലും കൊടുക്കാതെ കറന്നെടുക്കാൻ അനുവദിക്കുന്നത്. അപ്പോൾ ആ പശുവിൻ്റെ സ്ഥാനം എത്രയാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആലോചിക്കൂ. അതിനെ കൊല്ലുകയെ, അതിനെ ഉപദ്രവിക്കുകയെ. അപ്പോൾ പശുഹത്യ നമ്മൾ ഒരിക്കലും ഒരു കാലത്തും സമ്മതിച്ചിട്ടില്ല. പാപീയസീധീർ ദ്വിജദേവ ഗോഭ്യ സചിന്തയന്നിത്തമഥാശൃണോദ്യഥ മുനേഹ സുതോക്തോ നിർധിർതക്ഷകാഖ്യ സ സാധുമേനേ ന ചിരേണ തക്ഷകാനലം പ്രസക്തസ്യ വിരക്തി കാരണം. നോക്കൂ ഈ പരീക്ഷിച്ച് ചെയ്ത അപരാധം, ആ അപരാധം എത്ര കണ്ട് കഠിനമായി എന്ന് ആലോചിക്കാം. അതിന് ശൃംഗി കൊടുത്തിട്ടുള്ള ശാപവും ഇത് രണ്ടും നമ്മൾ കണ്ടു. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെയും ലോകത്തിൻ്റെയും ഒരു ഭാഗമാണ്. നിങ്ങൾ പാപം ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ ജീവിക്കുന്ന സമാജമുണ്ടല്ലോ, അതിലിങ്ങനെയുള്ള പാപികൾ ഉണ്ടായി എന്ന് വരാം. അങ്ങനെ എന്ത് പാപം വന്നാലും നമ്മൾ ജീവിതത്തെ ബലി കഴിക്കാനോ ഉപേക്ഷിക്കാനോ പറ്റുമോ? വേണ്ട. ആത്മഹത്യ ചെയ്യണമോ? വേണ്ട. സർവ പാപത്തിനും പരിഹാരമുണ്ട്. ആദ്യത്തെ പരിഹാരം അത് രണ്ടാമത് ചെയ്യരുത് എന്നുള്ളതാണ്. പിന്നെയോ ചെയ്തതിൻ്റെ സ്മൃതിയാണ്, ഓർമ്മയാണ് നമ്മുടെ മനസ്സിൽ. ആ ഓർമ്മയെ എങ്ങനെ നേരിടണം, എങ്ങനെ അതിനെ ഉപശമിപ്പിക്കണം എന്നുള്ളതിന് വഴിയുണ്ട്. അതിൽ പ്രധാനം പശ്ചാത്താപമാണ്. ആ പശ്ചാത്താപമാണ് എങ്ങനെ അപരാധം ചെയ്തവൻ
തപിക്കുന്നു ചെയ്തതിന് ശേഷം എന്നുള്ളത് കാണിക്കുന്നതിനാണ്. സചിന്തയന്നിത്തമഥാശൃണോദ്യഥ മുനേ സുതോക്തോ നിർതീർത്തക്ഷകാഖ്യ. ശൃംഗി മകൻ ഈ വർത്തമാനം അറിഞ്ഞ് നദിയിലേക്ക് ഇറങ്ങി കയ്യിൽ ജലമെടുത്ത്, ബ്രാഹ്മണർക്കും തപസ്വികൾക്കും വിശേഷമായിട്ടുള്ള ഒരു ശക്തിയുണ്ട്, ആ ശക്തി ഉപയോഗിച്ച് എന്നെ ശപിച്ചു, തക്ഷകൻ വന്ന് കടിക്കട്ടെ, 7-ാം ദിവസം ചെത്തപാമ്പിനെ കൊണ്ടിട്ട ഹസ്തങ്ങൾ രാജഹസ്തങ്ങളെ ആകൂ, അവർക്ക് ഹുങ്കുണ്ട്, ഞങ്ങളുടെ കൈബലം കൊണ്ട് എന്തു വേണമെങ്കിൽ ഞങ്ങൾ ചെയ്യാം, മഹർഷിമാരുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ, അവർ നിരായുധരല്ലേ, ആ ഒരു ഹുങ്കുള്ളവരാണവർ, ആ ഹുങ്കിന് ഞാനിപ്പോൾ പ്രതിവിധി ഉണ്ടാക്കാം എന്ന് പറഞ്ഞാണ് ശപിച്ചത്. ചെത്തപാമ്പിനെയാണല്ലോ കൊണ്ടിട്ടത്, ജീവിച്ചിരിക്കുന്ന സർപ്പം വന്ന് കടിച്ച് കടിത്തീയിൽ വെന്ത് മരിക്കണം ആ മഹാപാപി എന്ന് പറഞ്ഞിട്ടുള്ള ശാപ അത് കാട്ടുതീ പോലെ പരന്നു. സസാധുമേനെ നചിരേണ തക്ഷകാനലം പ്രസക്തസ്യ വിരക്തി കാരണം. ഓഹോ, എന്നെ ഇങ്ങനെ ശപിച്ചു ഇല്ലേ, വളരെ നന്നായി, വളരെ നന്നായി. വിരക്തി കാരണം, ഈ ശാപം എൻ്റെ മനസ്സിൽ വിരക്തിക്ക് കാരണമാവുകയാണ്. ഞാൻ ഇത്ര നാളും രാജാവായി ജീവിച്ചു, സുഖഭോഗങ്ങൾ അനുഭവിച്ചു, പ്രജാക്ഷേമം ഉറപ്പുവരുത്തി, ഇങ്ങനെ 1000 കെട്ടുകെട്ടിയിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ അമ്മ പറയാറുണ്ട് അരച്ചത്ത്, 1000 കെട്ടുകെട്ടി ഒരു ഉറി ഉണ്ടാക്കി, ഒക്കെ നന്നായി, പിശാങ്കത്തി എടുത്തിട്ട് മുറിയാൻ കുറിച്ചു. അതാണ് ഇപ്പോൾ മഹാരാജാവ് ചെയ്തത്. എത്ര നല്ല രാജാവാ, ജനങ്ങളെ കണ്ണിലുണ്ണി പോലെ വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഏവർക്കും എല്ലാ സമയത്തും അടുത്ത് ലഭ്യനാകത്തക്ക വിധത്തിൽ ഭരണം നടത്തിപ്പോന്ന ആളാണ്. ഈ നിരപരാധിയുടെ കഴുത്തിൽ അറിയാതെ ഇരിക്കുന്ന സമയത്ത് കൊണ്ടിട്ടതപ്പാ. അഥോ വിഹായേയമമും ചലോകം വിമർശിതോ ഹേതയാ പുരസ്താത് കൃഷ്ണാഘ്രിസേവാമധിമന്യമാനഃ ഉപാവിശത് പ്രായം അമർത്യനദ്യാം. ഞാനിത് പറയുമ്പോഴേ എനിക്ക് വലിയ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളുമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇതാണ് ഭാരതത്തിൻ്റെ സംസ്കാര സ്പന്ദനം. ഒരു തെറ്റ് ചെയ്താൽ അത് ഒളിച്ചു വയ്ക്കുകയല്ല, ഒരു ശാപം കിട്ടിയാൽ അതിന് ശപിച്ചവനെ കുറ്റം പറയല്ല, തെറ്റിനെ ഒളിച്ചു വയ്ക്കാതെ തുറന്നു പറഞ്ഞ് അതിന് പരിഹാരം വേണമെങ്കിൽ തേടി കേട്ട് ആ പരിഹാരം അനുഷ്ഠിക്കുക. എന്തിനാ മറച്ചു വയ്ക്കണത്? എല്ലാവർക്കും തെറ്റ് സംഭവിക്കാം, തുറന്നു പറയൂ, പരിഹാരം തേടൂ. സർവ്വ തെറ്റിനും നമ്മുടെ രാജ്യത്തിൽ പരിഹാരമുണ്ട്. ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. എന്ത് അപരാധം വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ, അതിന് പരിഹാരമുണ്ട് അവിടെ. അതിൻ്റെ ഏറ്റവും വലിയ പരിഹാരം പശ്ചാത്താപമാണ്. പശ്ചാത്താപത്തിലേറെ യാതൊന്നുമില്ല. പശ്ചാത്തപിക്കാൻ എന്തു വേണം? നിങ്ങളുടെ മനസ്സ് മാത്രം വേണം, നിങ്ങൾ തപിക്കും വേണം. തപിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം, കാഠിന്യമനുസരിച്ച്, ശാപത്തിൻ്റെ കാഠിന്യമനുസരിച്ച്, നിങ്ങളുടെ താപത്തിൻ്റെ ശക്തി അനുസരിച്ച് അതിങ്ങനെ കുറഞ്ഞു വന്ന് ഒരവസരത്തിൽ നിങ്ങളുടെ മുഖം പ്രസന്നമാകും, മനസ്സോ ആകാശസമം സ്വച്ഛമാകും. പശ്ചാത്താപത്തിൻ്റെ വിശേഷം. അഥോ വിഹായേയമമും ചലോകം വിമർശിതോ ഹേതയാ പുരസ്താത്. ഇങ്ങനെ ഒരു മഹാപാപം ഞാൻ ചെയ്തു, അതിന് മഹർഷിയുടെ പുത്രൻ എന്നെ 7-ാം ദിവസം തക്ഷകൻ നിന്ന് കടിക്കണം എന്ന് ശപിച്ചും കഴിഞ്ഞു. അപ്പോൾ എനിക്കിനി എത്ര ജീവിതം ബാക്കിയുണ്ട്? 7 ദിവസം. 7 ഇല്ല, 6 ദിവസം. ആ 6 ദിവസമേ ഇനി നമുക്ക് ജീവിതമുള്ളൂ. ആ ജീവിതം എങ്ങനത്തെ ജീവിത? പ്രസിദ്ധമായി കഴിഞ്ഞു. പരീക്ഷത്ത് ചെത്തപാമ്പിനെ ശമീക മഹർഷിയുടെ കഴുത്തിൽ കൊണ്ടിട്ടു. വെള്ളം കുടിക്കാൻ കൊടുത്തില്ല, കിട്ടിയില്ല. മഹർഷി സമാധിമഗ്നനായിട്ടിരിക്കുകയാണ് എന്ന് ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് എന്തു വേണം? എന്താ എനിക്കുള്ളത് ഇനി? അപ്പം അദ്ദേഹം തീരുമാനിച്ചു, ഇഹലോകവും പരലോകവും ഒന്നും എനിക്ക് വേണ്ടാണ്. വിഹായേയം അമും ചലോകം വിമർശിതോ ഹേതയാ പുരസ്താത്. എല്ലാം ഇനി ഉപേക്ഷിക്കപ്പെടേണ്ടതാണ്, വർജ്യമാണ്. കൃഷ്ണാഘ്രിസേവാം അധിമന്യമാന. ഇതാണ് ഭാഗവതത്തിൻ്റെ പ്രത്യേകത. എന്തൊക്കെ പറഞ്ഞാലും അവർ അവസാനം കൊണ്ടുവരുന്നത് എന്താ? ഇതിനൊക്കെയുള്ള പരിഹാരം കൃഷ്ണാഘ്രിസേവാം അധിമന്യമാന. പരമകല്യാണ നിധിയായിരിക്കുന്ന ശ്രീഹരി അല്ലെങ്കിൽ
കൃഷ്ണൻ, ആ കൃഷ്ണൻ്റെ അംഘ്രിസേവ, പാദസേവ അധിമന്യമാന, അതാണ് ഏറ്റവും വിശേഷപ്പെട്ടത്. അപ്പം ഇനി 6 ദിവസം എനിക്കുള്ളത് ഞാൻ പാഴായി ചെലവ് ചെയ്യാൻ പോണില്ല. എനിക്ക് സിംഹാസനവും വേണ്ട, രാജധാനിയും വേണ്ട, രാജ്ഞിമാരോ കുട്ടികളോ ആ വക കാര്യങ്ങളൊന്നും എനിക്ക് ചിന്തിക്കാൻ സമയമില്ല. 7 ദിവസം, 7-ാം ദിവസമാണ് നമ്മുടെ ശരീരം മരിക്കാൻ പോകുന്നത്, പാമ്പ് കടിച്ച് തക്ഷകൻ്റെ കടിയേറ്റ്. അപ്പം ആ ദിവസം വരെ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ മനസ്സിന് ഏകാഗ്രത കിട്ടാൻ വേണ്ടി ഞാൻ ഭക്ഷണം പോലും ഉപേക്ഷിക്കണു, വെള്ളവും കുടിക്കില്ല. അങ്ങനെ ചാവുന്നത് വരെയാണല്ലോ ജീവിതം. ശരീരം വിഴുന്നത് വരെ ഞാൻ ഭക്ഷണവും വെള്ളവും കഴിക്കാതെ വിശേഷപ്പെട്ട പ്രായോപവേശം എന്ന് പറയുന്ന വ്രതമുണ്ടല്ലോ, ആ വ്രതം എടുക്കാനാ പോണേ എന്ന് പറഞ്ഞ് ഗംഗാനദിയുടെ തീരത്ത് ചെന്ന് അമർത്യനദ്യാം ഉപാവിശത് പ്രായം. അവിടെ ചെന്ന് തെക്കേ തീരത്തിൽ വടക്കോട്ട് നോക്കി അവിടെ അങ്ങോട്ട് ഇരിപ്പായി. എന്തിനു പറയണു? പരീക്ഷിത്ത് ചെത്തപാമ്പിനെ കൊണ്ട് മഹർഷിയുടെ കണ്ടത്തിലിട്ടു. മഹർഷിയുടെ പുത്രൻ അത് അറിഞ്ഞ് കോപിച്ച് ശപിച്ചു. പരീക്ഷിത്ത് മഹാരാജാവ് 7-ാം ദിവസം പാമ്പ് കളിച്ച് ചാവാൻ പോവാണ്. ആണ് സർവ്വ ആൾക്കാരും കൊട്ടിഘോഷിച്ച് വിളിച്ചു പറഞ്ഞ് നടന്നു. പരീക്ഷിത്ത് പ്രായോപവേശം എടുത്തതോടുകൂടി ആ ബാലൻസ് കംപ്ലീറ്റ് ആയിട്ടാണ് മാറി, തട്ടുമാറി. അയ്യോ, മഹാരാജാവ് ഇനിയുള്ള ദിവസം പ്രായോപവേശത്തിലാണ്. അദ്ദേഹം രാജധാനി വിട്ടു, ആരോടും ഒന്നും പറയാതെ. അദ്ദേഹം ദർഭ വിരിച്ച് ഗംഗാനദീ തീരത്ത് ഭക്ഷണവും കഴിക്കില്ല, വെള്ളവും കുടിക്കില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇരിക്കുക. പ്രായോപവേശം എന്നൊരു വ്രതത്തെപ്പറ്റി ജനങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ആരും കണ്ടിട്ടില്ല. പരീക്ഷിത്ത് മഹാരാജാവിനെ പോലെ ഒരാൾ ഇങ്ങനെ കഠിനമായ ഒരു പാപം ചെയ്തതിന് പരിഹാരം എന്നുള്ള നിലയ്ക്ക് വിടാതെ അതിൽ നിന്ന് മുക്തി കിട്ടാൻ പ്രായോപവേശം സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള വർത്തമാനം കൂടുതൽ വലിയ വിപ്ലവമായി എല്ലാ ദിക്കിലേക്കും ചെന്നു, സർവസ്ഥലത്തേക്കും ചെന്നു. അങ്ങനെ എല്ലാവരും പറഞ്ഞു നടന്നു തുടങ്ങി. അനവധി പേർ, നല്ല മനുഷ്യർ ഗംഗാനദീ തീരത്ത് ചെന്ന് ഇരിക്കുകയാണ്. ഈ ഇരിപ്പ് ഉപായപ്പെട്ട ഇരിപ്പല്ല. എല്ലാവരും അറിഞ്ഞ് പലരും വരുമെന്ന് പറഞ്ഞ് പല ആൾക്കാരും, ബ്രാഹ്മണർ പ്രത്യേകിച്ചും, സാധുജനങ്ങൾ, തപസ്വികൾ, മഹർഷിമാർ, എല്ലാവരും നല്ല മനുഷ്യർ അവിടെ പരീക്ഷത്തിനെ കാണാനും അവിടെ നടക്കാൻ പോകുന്നത് അറിയാനും വേണ്ടി യാത്രയായി. ആ വർത്തമാനം അറിഞ്ഞാണ് ശുഗമഹർഷി ഒരു നൂല് ബന്ധമില്ലാതെ, ഒരു താല്പര്യവുമില്ലാതെ, ഉള്ളും പുറവും ഒരുപോലെ നിറഞ്ഞ് ആത്മവിഹാരം അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിന് ഇത് കേൾക്കാൻ ഇട വന്നപ്പോൾ നമുക്കും ഒന്ന് പൊയ്ക്കളയാമെന്ന് പറഞ്ഞ് അവിടെ ചെന്നതാണ്. അങ്ങനെ എതിർച്ചയാണ് ശുഗമഹർഷി വരുന്നത്. അതിൻ്റെ ഉള്ളിൽ നടന്നു. അവിടുത്തെ കാര്യം അവിടെ ഇരിക്കട്ടെ, ഞാൻ ഇനിയിപ്പോൾ ആ ഭാഗം പറയുന്നില്ല. ഇതിപ്പോൾ ശൃംഗിയുടെ കഥയാണ് ഞാൻ വിവരിച്ചത്. ശൃംഗി ആ കുട്ടിയെ സമയോചിതമായി ഉപദേശിച്ച് പറഞ്ഞു കൊടുക്കാൻ അവിടെ അച്ഛനുണ്ടായിരുന്നു. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ധ്രുവനെ പറ്റിയിട്ടാണ്. 5 വയസ്സുള്ള ധ്രുവൻ. ധ്രുവൻ ഒരു രാജകുമാരനാണ്, ഉത്താനപാദ രാജാവിൻ്റെ പുത്രനാണ്. അദ്ദേഹത്തിന് 2 പത്നിമാരാണ്, സുരുചിയും സുനീതിയും. സുരുചിയിൽ ജനിച്ച കുട്ടിയാണ് ഉത്തമൻ, സുനീതിക്കുണ്ടായവനാണ് ധ്രുവൻ. അവർ രാജധാനിയിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടുക. ഒരു ദിവസം നോക്കിയപ്പോൾ ഉത്തമൻ അച്ഛൻ്റെ മടിയിലിരിക്കുക. അത് കണ്ടപ്പോൾ ധ്രുവനും തോന്നി അച്ഛൻ്റെ മടിയിലിരിക്കാമെന്ന്. അച്ഛൻ്റെ മടിയിലിരിക്കാനായി ചെന്നപ്പോൾ ചിറ്റമ്മ, ഉത്തമൻ്റെ അമ്മ സുരുചി പറയുക, മോനെ, അരുത്, മിണ്ടിപ്പോവരുത്, പിന്മാറ്. ആ മടിയിലിരിക്കാൻ നിനക്ക് അർഹതയില്ല. നിനക്ക് ഇരിക്കണമെങ്കിൽ നീ എൻ്റെ ഗർഭത്തിൽ നിന്ന് ജനിക്കണം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? മനുഷ്യ മനസ്സ് ഇതിലേറെയും പറയും. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു, പറഞ്ഞാൽ നിങ്ങളൊക്കെ ദേഷ്യപ്പെടും, സ്ത്രീകളുടെ മനസ്സ് കുറേ അങ്ങനെയാണ്.
ആ കുട്ടിയോടാണോ ഇത് പറയുക? ഇത് പറയുമ്പോൾ അച്ഛനൊരാളുണ്ടല്ലോ അവിടെ, നത്തുപോലെ വിളിച്ചിരിക്കുക. ഒരു വാക്ക് പറഞ്ഞില്ല. മഹാരാജാവാണത്രേ. മഹാരാജാവ്, പ്രജകൾക്ക് മുഴുവനും നീതി ഉറപ്പുവരുത്താനുള്ള മഹാരാജാവ് രാജധാനിയിൽ നടക്കുന്ന അനീതി അതിനൊന്ന് ഒരു തടയിടാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഒരു കുട്ടി എന്ത് ചെയ്യും? ഇങ്ങനെ അച്ഛൻ്റെ മടിയിൽ ഇരിക്കാൻ പോയപ്പോൾ തടസ്സം ചെയ്തു എന്ന് പറഞ്ഞാൽ കരയും. ഓടി കരഞ്ഞ് കൂർക്കുളിച്ച് അമ്മയുടെ അടുക്കലേക്ക് ചെന്നു. അവിടെയൊക്കെ ഈ രാജധാനികൾ വേറെ വേറെയാണോ, അകലനാണല്ലോ. ഇവൻ അവിടെ എത്തുമ്പോഴേക്കും സുനിധിക്ക് കാര്യം മനസ്സിലായി കഴിഞ്ഞു. അവിടെയുള്ള ആൾക്കാരെല്ലാവരും കൂടി ചെന്ന് പറഞ്ഞു കഴിഞ്ഞു, ദാ നിന്റെ മോൻ അച്ഛൻ്റെ മടിയിൽ ഇരിക്കാൻ ചെന്നു. അപ്പണ്ട് സുരുചി അരുതെന്ന് പറഞ്ഞ് ശകാരിച്ചു. അവളുടെ ഗർഭത്തിൽ ജനിച്ചാൽ തന്നെ പറ്റുള്ളൂ. നീ മരിക്ക്, എന്നിട്ട് എൻ്റെ ഗർഭത്തിൽ ജനിക്കുക, അപ്പം വന്ന് ഇരിക്കാമെന്നാണല്ലോ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവൻ അവിടെ ഓടിച്ചെന്ന് കരഞ്ഞ സമയത്ത് അമ്മ കെട്ടിപ്പിടിച്ചു, പുറത്ത് തട്ടി ഉമ്മ വച്ചു. എന്നിട്ട് മകനെ സമാധാനിപ്പിക്കാൻ നോക്കി. എന്താ സമാധാനിപ്പിക്കാൻ നോക്കിയത്? എന്ത് സമാധാനമാണ് ഒരു കുട്ടിക്ക് ഉണ്ടാവുക? എൻ്റെ പൊന്നു മോനെ, നീ കേൾക്കുക, ഞാൻ അമ്മയാണ് പറയുന്നത്. ചിറ്റമ്മ പറഞ്ഞത് ശരിയാ, ഒരു തെറ്റുമില്ല. ഈ രാജധാനിയിൽ നിനക്ക് നീതി കിട്ടില്ല. അച്ഛൻ്റെ മടിയിൽ ഒരു നാളും ഇരിക്കാൻ പറ്റാൻ പോണില്ല. നിന്റെ കാര്യം ഇവിടെ, കല്യാണം കഴിച്ച രാജ്ഞിയാണ് ഞാൻ. എനിക്കിവിടെ രാജ്യസ്ഥാനമില്ല, വേലപ്പെണ്ണിന് എൻ്റെ സ്ഥാനമാണ്. ആരോടും സംസാരിക്കുമ്പോഴോ പെരുമാറുമ്പോഴോ കല്യാണം കഴിച്ച ആളാണ് എൻ്റെ രാജ്ഞിയാണെന്ന് എന്നെ ചൂണ്ടി പറയാൻ അച്ഛന് സമ്മതമില്ല, തയ്യാറുമില്ല. അപ്പോൾ എനിക്ക് പോലും ഇവിടെ നീതിയില്ല. ഞാനിത് പറയാൻ കാത്തിരിക്കുകയായിരുന്നു, എങ്ങനെയാ കുട്ടിയോട് പറയുകയെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം നിനക്ക് തന്നെ അനുഭവപ്പെട്ടപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ? എൻ്റെ പൊന്നുമോനെ, ഈ രാജധാനിയിൽ നീ ഇരിക്കരുത്. നിനക്ക് നീതി കിട്ടില്ല. അച്ഛൻ്റെ മടിയിൽ ഒരിക്കലും ഇരിക്കാൻ പറ്റണില്ല. അപ്പോൾ പിന്നെ എന്തു വേണമെന്നല്ലേ ഞാൻ പറഞ്ഞു തരാം. എൻ്റെ കൂട്ടരെ, ഇതുവരെ നടന്നതൊക്കെ നിങ്ങൾ പലരും ചെയ്യുമായിരിക്കും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അവനവൻ്റെ തിക്താനുഭവങ്ങൾ കഷ്ടപ്പെട്ട് കരയുന്ന സമയത്ത് കുട്ടികളോട് സമാധാനിപ്പിക്കാനായി നിനക്ക് മാത്രമല്ല എൻ്റെ പൊന്നുമോനെ, എനിക്കും ഇതിലധികം തിക്താനുഭവങ്ങളാണ് ഉണ്ടാവുന്നത്. എൻ്റെ നെഞ്ഞ് പൊട്ടി പിരിയണ മാതിരി ആയിട്ടുണ്ട്, പൊട്ടിത്തെറിക്കണ മാതിരി എന്ന് പറഞ്ഞ് അതൊക്കെ നിങ്ങൾ സംസാരിക്കും. അവിടുന്ന് അങ്ങോട്ടുള്ള കാര്യം അതാണ് ഭാഗവതത്തിന് നിങ്ങളോട് പറയാനുള്ളത്. ആ ശ്രീമദ് ഭാഗവതം എങ്ങനെ പഠിപ്പിക്കണു എന്നുള്ളത് മനസ്സിലാക്കൂ. തമേവ വത്സാശ്രയ ഭൃത്യവത്സലം മുമുക്ഷുഭിർ മൃഗ്യപദാബ്ജ പദ്ധതിം അനന്യഭാവേ നിജധർമ്മഭാവിതേ മനസ്യവസ്ഥാപ്യ ഭജസ്വപൂരുഷം. ഒരു മിനിറ്റ് നീ ഇവിടെ ഇരിക്കരുത് എൻ്റെ പൊന്നുമോനെ. അമ്മയാണ് ഈ പറയുന്നത്, കെട്ടിപ്പിടിച്ചിട്ടാണ് പറയുന്നത്, ഉമ്മ വെച്ചുകൊണ്ടാണ് പറയുന്നത്. 5 വയസ്സാണ് ആ കുട്ടിക്ക് പ്രായം. നീ പോ പോ, എവിടേക്ക്? മധുവനത്തിലേക്ക് പോ. ഈ രാജധാനിയും നാടും വേണ്ട. നീ തപസ്സാണ് ചെയ്യേണ്ടത്. അതിന് ഒരാളുടെ കൂട്ടും നമുക്ക് ആവശ്യമില്ല. നഗരവും നഗരവാസികളൊക്കെ അതിന് തടസ്സമാണ്. രാജധാനി ഒട്ടും വേണ്ട. തമേവ വത്സാശ്രയ ഭൃത്യവത്സലം. ആ പദങ്ങൾ നോക്കൂ നിങ്ങൾ. തമേവ വത്സാശ്രയ, അല്ലേ വത്സ, കൊച്ചുകുട്ടി, നീ ആശ്രയിക്കണം. ആരെ? ആ ഒരൊറ്റ ആളെ മാത്രം. നീ എന്നെ ആശ്രയിക്കരുത്, രാജാവിനെ ആശ്രയിക്കരുത്, ഈ രാജധാനിയെ ഉറ്റുനോക്കരുത്. നിന്റെ മനസ്സിൽ ഒരു നോട്ടേ പാടുള്ളൂ. അതെന്താ? ഭൃത്യവത്സലം. തന്നെ ഭജിക്കുന്നവരെ ഭൃത്യന്മാരോട് അങ്ങേയറ്റത്തെ വാത്സല്യമാണ് ശ്രീഹരിക്ക്, പരമകല്യാണ നിധിയായ ശ്രീഹരി മഹാവിഷ്ണുവിന്. ആ ഭൃത്യവത്സലനെ അല്ലേ വത്സ നീ ആശ്രയിക്ക്. മുമുക്ഷുഭിർ മൃഗ്യപദാബ്ജ പദ്ധതി. ഈ ഭൃത്യവത്സലൻ മഹാവിഷ്ണു എങ്ങനത്തെ ആളാണെന്ന് അറിയാമോ നിനക്ക്? നിനക്കിവിടെ അച്ഛൻ്റെ മടിയിൽ ഇരിക്കാൻ പറ്റിയില്ല എന്നുള്ള ദുഃഖം ഇത് മാത്രമാണ്, നിസ്സാരമാണത്. അതൊക്കെ മുതിരുന്നതോടുകൂടി പോകാനുള്ളതേ ഉള്ളൂ. ഈ സമയത്ത് അത് കഠിനമായി തോന്നിയാലും. മറ്റതങ്ങനെയല്ല. ഈ പ്രപഞ്ചം മുഴുവനും ദുരിതമാണ്, താപത്രയമാണ്. ലോകത്ത് എവിടെ നോക്കിയാലും എപ്പോഴും അതിൽ നിന്ന് മോചനം കിട്ടണം എന്ന് വിചാരിച്ച് മോക്ഷകാംക്ഷികളായിരിക്കുന്ന മനുഷ്യർ ആരുടെ പാദപത്മത്തെയാണോ
ഇടവിടാതെ ഭജിക്കുന്നത്, ആശ്രയിക്കുന്നത് ആ ഭൃത്യവത്സലനെ നീ ശരണം പ്രാപിക്കൂ. തമേവ വത്സാശ്രയ ഭൃത്യവത്സലം മുമുക്ഷുഭിർ മൃഗ്യപദാബ്ജ പദ്ധതിം. മോക്ഷം വേണമെന്ന് വിചാരിക്കുന്നവരാരാ? ഉപായപ്പെട്ടവരല്ല, പ്രായപൂർത്തി വന്നവരാ. ആ മോക്ഷത്തിന് വേണ്ടി അവരെന്ത് ചെയ്യുന്നു? ധർമ്മം, അർത്ഥം, കാമം കഴിഞ്ഞ് മോക്ഷം എന്നൊന്നുണ്ട്. എല്ലാറ്റിൽ നിന്നും നമുക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം, തൻ്റെ ഉള്ളിൽ നിന്ന് ഇടവിടാതെ അനുഭവിക്കാൻ സാധിക്കുന്ന ആത്മാഹ്ലാദ നിർഭരത, അതിനുവേണ്ടി കൊതിക്കുന്നവരുണ്ടല്ലോ, അവരാണ് മഹാവിഷ്ണുവിൻ്റെ പാദങ്ങളെ അനന്യമായ ഭക്തിയോടുകൂടി ആശ്രയിക്കുന്നത്. ആ മഹാവിഷ്ണുവിനെ എങ്ങനെ ആശ്രയിക്കണം? അതിന് ജപം, തപസ്, പല അനുഷ്ഠാനങ്ങൾ എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. നിനക്ക് 5 വയസ്സ് പ്രായമേ ആയിട്ടുള്ളൂ, നീ കുട്ടിയാണ്. കുട്ടികൾ ഭഗവാനെ ഭജിച്ചാൽ ഭഗവാൻ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടും, പെട്ടെന്നാണ് അനുഗ്രഹിക്കുക. ഇപ്പം നിന്റെ മനസ്സിൽ കളങ്കങ്ങളൊന്നുമില്ല. അച്ഛൻ ഇരിക്കാൻ പറ്റാത്തപ്പോൾ നീ വേദനിച്ച ഉടനെ അമ്മയുടെ അടുത്ത് ഓടി വന്നു. അമ്മയുടെ നിസ്സഹായത മനസ്സിലാക്കി അമ്മ നിന്നെ ഉപദേശിക്കുന്നതാണ്. ഈ ഉപദേശം നീ പൂർണ്ണമായി അംഗീകരിച്ച് എന്തു വേണം? അനന്യഭാവേ നിജധർമ്മഭാവിതേ മനസ്യവസ്ഥാപ്യ ഭജസ്വപൂരുഷം. അനന്യമായ ഭാവം നിന്റെ മനസ്സിലുണ്ടാവണം. ഞാൻ നിന്റെ കൂടെ ഉണ്ടാവില്ല. രാജധാനിയിൽ നിന്ന് ഒരു സൗകര്യങ്ങളും സേനാധിപന്മാരും നിന്റെ അടുത്ത് ഉണ്ടാവില്ല. എല്ലാം വിട്ടിട്ട് ഏകാഗിയായിട്ടാണ് നീ പോകുന്നത് മധുവനത്തിലേക്ക്. അവിടെ നിന്നെ സഹായിക്കാൻ ആരുണ്ട്? ജഗദീശ്വരൻ മാത്രമേ ഉള്ളൂ, പരമകല്യാണനിധിയായ ശ്രീഹരി. ആ ശ്രീഹരിയെ നീ എന്തു വേണം? തൻ്റെ മനസ്സിനെ ശുദ്ധമാക്കണം. നിന്റെ മനസ്സിൽ അനന്യഭാവം പുലർത്തു. ഞാൻ രാജധാനി വിട്ടു, അമ്മ പറഞ്ഞതനുസരിച്ച് നിഷ്കളങ്ക മനസ്സോടുകൂടി പോവുകയാണ്. എൻ്റെ മനസ്സിലൊരു ദുഃഖമുണ്ട്. അച്ഛൻ്റെ മടിയിലിരിക്കാൻ പറ്റിയില്ലല്ലോ. ചിറ്റമ്മ എന്നെ വിലക്കി. അത് കേട്ട് മിണ്ടാതെ നത്തുപോലെ ഇരുന്നു എൻ്റെ അച്ഛൻ. അപ്പം എനിക്ക് അച്ഛനും ഇല്ല, അമ്മയും ഇല്ല, ചിറ്റമ്മയും ഇല്ല, രാജധാനിയും ഇല്ല. ഇതൊന്നുമില്ലാതെ ഞാൻ പോവാണ്. ആ പോണ പോക്കിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിജധർമ്മഭാവിതേ. നിന്റെ മനസ്സിനെ നീ എങ്ങനെ ശുദ്ധമാക്കണം എന്ന് തോന്നുന്നു അങ്ങനെ ശുദ്ധമാക്കി അനന്യഭാവത്തോടുകൂടി മനസ്യവസ്ഥാപ്യ ഭജസ്വപൂരുഷം. കേൾക്കുന്നുണ്ടോ കൂട്ടരെ? നിങ്ങളൊക്കെ ഒന്ന് സംസ്കൃതം പഠിച്ച് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. ഭജസ്വപൂരുഷം മനസ്യവസ്ഥാപ്യ. നിന്റെ മനസ്സിലാണ് നീ മഹാവിഷ്ണുവിനെ നിർത്തേണ്ടത്. നിനക്ക് അവിടെ ഒരു ബിംബം വേണ്ട, പ്രതിമ വേണ്ട, ഒരു പടം വേണ്ട. 4 ഭാഗത്തും വൻ കാട്, വന്യമൃഗങ്ങൾ, വെയിൽ പോലും തട്ടാത്തത്ര തണലാണ് എല്ലാ ദിക്കിലും. നീ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരാളോടും സംസാരിക്കാൻ നിനക്ക് പറ്റില്ല. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് അമ്മ ഈ നിന്നെ പറഞ്ഞയക്കുന്നത്. അനന്യഭാവേ നിജധർമ്മഭാവിതേ മനസ്യവസ്ഥാപ്യ ഭജസ്വപൂരുഷം. മഹാവിഷ്ണുവിനെ എങ്ങനെ ഭജിക്കണം? ഒരു പുരുഷനായി ആദിപുരുഷനായി. അച്ഛനോടോ അമ്മയോടോ നിനക്ക് എന്ത് സ്നേഹമോ വാത്സല്യമോ ആദരവോ തോന്നുമോ, അതേപോലെ ഭഗവാനെ ഒരു പുരുഷനായി കണ്ട് ആ പുരുഷനോട് നീ ഇഷ്ടപ്പെടുക്ക്, സംസാരിക്കുക, പ്രാർത്ഥിക്കല്ല. നിനക്ക് ഭഗവാനോട് എന്ത് പറയാൻ തോന്നുന്നു അത് പറയപ്പാ. അച്ഛൻ കേട്ടില്ലല്ലോ, എനിക്കും കൂടെ നിൽക്കാൻ പറ്റില്ലല്ലോ. ഞാൻ സംസാരിക്കുന്നത് മാതിരി ആ പുരുഷൻ നിന്നോട് സംസാരിക്കും. ആ പുരുഷ ശബ്ദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മനസ്യവസ്ഥാപ്യ. ആ ഉപദേശത്തിൽ പ്രധാനമായിട്ടുള്ളത് എന്താ? ഭൃത്യവത്സലനാണ്. നീ നിന്റെ മനസ്സിനെ ശുദ്ധമാക്കണം, മനസ്സിൽ വേണം പ്രതിഷ്ഠിക്കാൻ. ധ്രുവൻ പോയി. ഈ നാരദ മഹർഷി എവിടെയും ചെന്നെത്തൂലോ. ആ പോണ വഴിക്കുണ്ടപ്പ നാരദ മഹർഷി. ഏയ് രാജകുമാര, നീ എങ്ങോട്ടാ പോണത്? മധുവനത്തിലേക്ക്. എന്തിനാ? പരമകല്യാണ നിധിയായ ശ്രീഹരിയെ മഹാവിഷ്ണുവിനെ കുറിച്ച് തപസ് ചെയ്യാൻ. മഹാവിഷ്ണുവിനെ കുറിച്ച് തപസ് ചെയ്യാൻ നീ പോവേ? അയ്യോ, ഇത് വലിയ അപകടമാണ് മോനെ. എന്താ കാരണം? അച്ഛൻ എന്നോട് ഇതൊക്കെ പറഞ്ഞു. സാരല്ല, ഒരു രാത്രി കഴിഞ്ഞാൽ ഒക്കെ മറക്കും. മഹാവിഷ്ണു ദുരാരാധ്യനാണ്. വലിയ വലിയ കങ്കേമന്മാർക്ക് പോലും തപസ് ചെയ്ത് തൃപ്തിപ്പെടുത്താൻ വിഷമാണ്. അതുകൊണ്ട് നീ പോയാൽ എവിടെ സാധിക്കാനാ?
അതുകൊണ്ട് വൃഥാ പ്രയത്നം ചെയ്യരുത്. ഞാൻ നല്ല വാക്ക് പറയണു, സമയത്ത് ഉപദേശിക്കണു, ഇതൊക്കെ മറന്നു പോവാനേ ഉള്ളൂ. നീ മടങ്ങിപ്പോ. അതിൻ്റെ ഇടയിൽ ഒരു വാക്ക് പറഞ്ഞല്ലോ, ദുരാരാധ്യനാണെന്ന്. ധ്രുവൻ മഹർഷിയോട് നോക്കി പറയാണ്, മഹർഷേ അങ്ങ് ആരോടാണ് സംസാരിക്കണത് എന്ന് ഓർക്കണം. ഞാനൊരു ക്ഷത്രിയ കുമാരനാണ്, ക്ഷത്രിയപുത്രനാണ്. ഞങ്ങൾക്ക് വീര്യവും തേജസ്സും പരാക്രമവുമുണ്ട്. മഹാവിഷ്ണുവിനെ പലരും ആരാധിച്ച് തൃപ്തിപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിൽ ആ ഒരൊറ്റ കാരണം മതി എനിക്ക്, ഞാൻ ആരാധിച്ച് തൃപ്തിപ്പെടുത്തും എന്നുറപ്പിക്കാൻ. കഷ്ടപ്പാട് കണ്ട് പിൻവാങ്ങുന്നതല്ല ക്ഷാത്രവീര്യം. സാഹസങ്ങൾ എങ്ങനെ വേണമെങ്കിലും എത്ര വേണമെങ്കിലും പരിശ്രമിച്ച് സഫലമാക്കാനുള്ളവരാണ്. അതുകൊണ്ട് എൻ്റെ ഉദ്യമത്തിൽ അങ്ങയ്ക്ക് സഹായിക്കാനായിട്ട് വല്ലതും പറയാനുണ്ടെങ്കിൽ ഞാൻ കേൾക്കാം, അല്ലെങ്കിൽ അങ്ങ് സ്ഥലം വിട്ടു പൊക്കോളൂ. അങ്ങ് വിചാരിക്കുന്ന മാതിരിയുള്ള ഒരു പേടിത്തൂറിയല്ല ഈ രാജകുമാരൻ എന്ന് പറഞ്ഞു അത്രേ. നാരദ മഹർഷിക്ക് അതന്നെ ആവശ്യം. വളരെ സന്തോഷമായി, തല കുളിർത്തു. അപ്പോഴാണ് എൻ്റെ പൊന്നുമോനെ, നീ പോ, ഇതാ ഞാനൊരു മന്ത്രം പറഞ്ഞു തരാം എന്ന് ഒരു വാസുദേവ മന്ത്രം ഉപദേശിച്ചത്. ആ മന്ത്രവും കയ്യിൽ കിട്ടി. ധ്രുവന് വലിയ സന്തോഷമായി. എന്താ ചെയ്യണ്ടേന്ന് അമ്മ പറഞ്ഞിട്ടില്ല. അനന്യഭാവേ നിജധർമ്മഭാവിതേ എന്ന് പറഞ്ഞങ്ങോട്ട് വിടുകയാണ്. മഹാവിഷ്ണുവിനോട് അചഞ്ചലമായ ഭക്തി നിനക്കുണ്ടാവണം. നിന്റെ മനസ്സ് ശുദ്ധി വരും വേണം. മന്ത്രം മനസ്സുകൊണ്ട് ജപിക്കാനുള്ളതാണ്, വായ കൊണ്ടോ ചുണ്ടനങ്ങി ജപിക്കാനുള്ളതല്ല. മന്ത്രം ജപിച്ചാൽ അതിൻ്റെ ഫലം മനസ്സിലാണ്. എന്താ ഫലം? ഏറ്റവും വലിയ ഫലം മനസ്സ് ശുദ്ധമാവുക. മനസ്സ് ശുദ്ധമായാൽ അവിടെ ഭഗവാൻ നീന്തിക്കളിക്കും, ഊളയിടും. മനസ്സ് ശുദ്ധമായാൽ ആ ശുദ്ധമാക്കാനാണ് ഈ മന്ത്രം. അവിടെ പോയി തപസ് തുടങ്ങി. പാവം ഈ കുട്ടി എന്ത് തപസ്സാ ചെയ്യുക? ആദ്യം കായകളും കിഴങ്ങുകളും ഒക്കെ കുറേശ്ശെ എടുത്ത് ഭക്ഷിച്ചുകൊണ്ടിരുന്നു. 2 നേരം നദിയിൽ കുളിക്കും, അല്ലെങ്കിൽ ചോലയിൽ കുളിക്കും. അങ്ങനെ കഴിഞ്ഞുകൂടി. കുറേ കഴിഞ്ഞപ്പോൾ അവൻ്റെ തീവ്രത, അവൻ 1 നേരം ഭക്ഷണമാക്കി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? 1 നേരം ഭക്ഷണമാക്കി. തപസ് അതാണ് പ്രധാനം. യജ്ഞം, ദാനം, തപസ് എന്ന് 3 എണ്ണമാണ്. ഈശ്വരനെ ഉദ്ദേശിച്ച് ചെയ്യുന്നതൊക്കെ യജ്ഞമാണ്. മറ്റുള്ളവർ കൊണ്ടുപോയി ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കുന്നതൊക്കെ ദാനമാണ്. തപസ് എന്ന് പറഞ്ഞാൽ അത് അവനവൻ്റെ ശരീരത്തിലും മനസ്സിലും ഒതുങ്ങി നിൽക്കുന്നതാണ് തപസ്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് 1 നേരം വിട്ടു, ഇതിലധികം വലിയ തപസ്സുണ്ടോ? നമ്മുടെ ഇടയിൽ ഇപ്പോഴും ഒരിക്കൽ എന്നൊക്കെ പറയാറുണ്ടോ? പക്ഷേ പലഹാരം കഴിച്ചിട്ടാണ് ഒരിക്കൽ കഴിച്ചു കൂട്ടുക. ഒരിക്കൽ എന്ന് വെച്ചാൽ 1 നേരം ഊണാണ്, മറ്റത് വിടണം. ഉപവാസം എന്ന് പറഞ്ഞാൽ 1 ദിവസം മുഴുവനും ഉപവസിക്കുക. അപ്പോൾ 1 നേരം വിട്ടു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മനസ്സിൽ തീവ്രത കൂടിയാണ് നിൽക്കുന്നത്. ഭക്ഷണവും വിട്ടു. അത് കഴിഞ്ഞിട്ടോ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളവും വിട്ടു. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? തപസ്. ഇന്നും നമ്മുടെ രാഷ്ട്രീയക്കാർ വരെ ഉപവാസം നടന്നിട്ടാണ്. എന്ത് കാര്യവും നടന്നില്ലെങ്കിൽ നടക്കാനായിട്ട് ചിലപ്പം മുഖ്യമന്ത്രിമാരാവും ഉപവസിക്കുന്നത്. അവരുടെ മുഖ്യമന്ത്രിയുടെ അധികാരം കൊണ്ട് നേടിയെടുക്കാൻ പറ്റണില്ല, ഫോളോയിങ് കൊണ്ട് നേടിയെടുക്കാൻ പറ്റില്ല. അപ്പം മുഖ്യമന്ത്രി അടക്കം തപസ്സിരിക്കുക. പ്രധാനമന്ത്രി തപസ്സിരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ഉപവാസം അനുഷ്ഠിക്കുന്നുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ അദ്ദേഹം ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഉപവസിക്കുന്ന ആളാണ്. അമേരിക്കയിൽ ചെന്നപ്പോൾ പോലും അദ്ദേഹത്തിന് ഉപവാസമായിരുന്നു. ഉപവാസത്തിന് വലിയ ശക്തിയാണ്. ഭക്ഷണവും വിട്ടു, വെള്ളവും വിട്ടു. വെള്ളവും കൂടി വിട്ടപ്പോൾ പിന്നെ കാറ്റ് മാത്രമേ ഉള്ളൂ. ആ കാറ്റും കൂടി കുറഞ്ഞു വരണം. ലോകം മുഴുവനും തപിച്ചു എന്നാണ് പറയണത്. തപിച്ചു. എല്ലാവർക്കും വീർപ്പ് മുട്ടൽ തോന്നി. എല്ലാവരും കൂടി മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ചെന്നു. മഹാവിഷ്ണു കിടന്ന് ഉറങ്ങുകയാണല്ലോ എപ്പോഴും. ഉറക്കത്തിലൂടെയാണ് അദ്ദേഹം രാജ്യം ഭരിക്കുന്നത്. അത്രേ വേണ്ടു, ഏറ്റവും നല്ലത്. അവിടെ ചെന്ന് അദ്ദേഹത്തിനെ ഉണർത്തിച്ചു. എന്താ വന്നേ? ദാ ധ്രുവൻ. അതെനിക്ക് അറിയാമല്ലോ, ആ കുട്ടി തപസ് ചെയ്യണം, അവൻ്റെ അടുക്കലേക്ക് ഞാൻ പോവാൻ തയ്യാറായിട്ടിരിക്കുകയാണ്, നിങ്ങൾ പേടിക്കണ്ട, പൊക്കോളൂ എന്ന് പറഞ്ഞയച്ചു. അങ്ങനെ മഹാവിഷ്ണു പറന്നെത്തിയപ്പോൾ ധ്രുവൻ കണ്ണടച്ചിങ്ങനെ ധ്യാനിക്കുക. ആ ധ്യാനിക്കുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ ആ ചതുർഭുജധാരിയായ ശ്രീഹരി ഒരു തേജപുഞ്ചമായി
ഒരു പ്രകാശ സാന്ദ്രതയായി ഇങ്ങനെ മിന്നിത്തിളങ്ങി നിൽക്കുകയാണ്. പെട്ടെന്ന് ആ പ്രകാശങ്ങൾ മറഞ്ഞപ്പോൾ ഇടിവെട്ട് കൊണ്ടതുപോലെ ധ്യാനിച്ചിട്ട് നിൽക്കുകയാണല്ലോ. കണ്ണങ്ങട് തുറന്നപ്പോൾ ശ്രീഹരി മുമ്പിൽ നിൽക്കുന്നു. പാവം, ആ കുട്ടിക്ക് ഇത് ചിന്തിക്കാൻ പറ്റുമോ? ശ്രീഹരിയെ കണ്ടിട്ടില്ലല്ലോ, പറഞ്ഞു കേട്ടിട്ടല്ലേ ഉള്ളൂ. എന്താ വേണ്ടതെന്ന് മനസ്സിലായില്ല. ഭഗവാനെ കണ്ട എല്ലാവരും സ്തുതിക്കാൻ കാത്തിരിക്കുകയാണ്. പക്ഷെ ഈ കുട്ടിക്ക് സ്തുതിക്കാനൊന്നും അറിയില്ല, 5 വയസ്സല്ലേ ആയുള്ളൂ. അപ്പോൾ മഹാവിഷ്ണു പുഞ്ചിരിച്ചുകൊണ്ട് ഇവനെ സംസാരിപ്പിക്കാൻ എൻ്റെ പറ്റില്ല, അസലായിട്ട് സംസാരിപ്പിക്കണമെന്ന് പറഞ്ഞ് കയ്യിലുള്ള ശംഖുണ്ടല്ലോ, ആ ശംഖ് ആരൂതിയാലും അതിനൊരൊറ്റ സ്വര. നിങ്ങൾക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റില്ല, ഈ ശംഖ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെല്ലുണ്ടല്ലോ, ആ കക്കെ കൂടി ഇങ്ങനെ മഹത്തായിരിക്കുന്ന ഗാംഭീര്യമുള്ള ഒരു സ്വരം വരുന്നു. ആ ശംഖ് കൊണ്ട് കവിള് രണ്ടും ഒന്ന് തലോടി കൊടുത്തു. ആ തലോടിയോടോട് കൂടി ധ്രുവൻ വാചാലനായി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? 5 വയസ്സായ കുട്ടിയാണ്, അമ്മ പറഞ്ഞയച്ച കുട്ടിയാണ്, നാരദ മഹർഷി പരീക്ഷിച്ച് അനുഗ്രഹിച്ച കുട്ടിയാണ്. ഒറ്റയ്ക്ക് അവനവിടെ നിൽക്കുന്നു. എവിടെ? മധുവനത്തിൻ്റെ ഒത്ത നടുവിൽ. അവിടെ മൃഗങ്ങളില്ലേ, വന്യമൃഗങ്ങളില്ലേ, എല്ലാം ഉണ്ട്. പക്ഷേ അവിടെ ചെന്നത് തപസ് ചെയ്യാനാണ്, നായാടാനല്ല, കുടിയേറി പാർക്കാനല്ല, തപസ് ചെയ്യാനാണ്. ആ തപസ് ചെയ്യാൻ വേണ്ടി പോയ ഒരു ശിശുവിനെ പരിരക്ഷിക്കേണ്ട ചുമതല ഇഹലോകവാസികൾക്കല്ല, ഈ ലോകം രചിച്ച മഹാവിഷ്ണുവിൻ്റെ, സന്ധാരണം ചെയ്യുന്ന മഹാവിഷ്ണുവിൻ്റെ ആണ്. ഉടനെ വാചാലനായി ആ കുട്ടി സ്തുതിച്ചതിൽ ആദ്യത്തെ ശ്ലോകമാണിതപ്പ. ഭാഗവതത്തിൻ്റെ സർവ കാമ്പും കഴമ്പും ഉണ്ട് ഈ ശ്ലോകത്തിൽ. യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധര സ്വധാംന അന്യാംശ്ച ഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ആർക്കാ ഇങ്ങനെ ഒരു സ്തുതി പറയാൻ പറ്റുക? എന്തൊരു സ്തുതിയാപ്പ! ഭജസ്വ പൂരുഷം എന്ന് പറഞ്ഞാണ് അമ്മ അയച്ചത്. ആ മഹാപ്രഭു, മഹാപുരുഷനെ ഭജിക്കൂ എന്ന്. ആ പുരുഷൻ എങ്ങനെയാണ് എല്ലാവരിലും അധിവസിക്കുന്നത്, അദ്ദേഹം എന്തൊക്കെ ചെയ്യണു, അദ്ദേഹത്തെ എങ്ങനെ മനസ്സിലാക്കാം എന്ന് പൂർണ്ണമായി സൂചിപ്പിക്കുന്ന ഒരു ശ്ലോകമാണ്. ഈ ശ്ലോകം ചൊല്ലിക്കൊണ്ടാണ് എവിടെയെങ്കിലും നമ്മുടെ പ്രോഗ്രാമിൽ ദീപം ജ്വലിപ്പിക്കണം എന്ന് വന്നാൽ, ജ്വലിപ്പിക്കുന്ന സമയത്ത് ആരോടെങ്കിലും കൂടെയുള്ളവരോട് ഈ ശ്ലോകം ചൊല്ലാൻ പറയും ഞാൻ. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധര സ്വധാംന അന്യാംശ്ച ഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. അടുത്ത ദിവസം ഞാൻ ഈ ശ്ലോകം പറഞ്ഞു തന്ന് നിങ്ങൾ ഏറ്റുചൊല്ലി ഇത് നല്ല പോലെ പഠിക്കണം, അർത്ഥവും പറയാം. തൽക്കാലം ഞാൻ നിർത്തുകയാണ്. സംവേദ്യവർജിതമനുത്തമമേകമാദ്യം സംവിത്പദം വികലനം കലയൻ മഹാത്മൻ ഹൃദ്യേവ തിഷ്ഠ കലനാരഹിത ക്രിയാം തു കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. നമുക്ക് സമാപനമായിട്ടുള്ള ഓങ്കാരം ജപിക്കാം. എല്ലാവരും കൈകോർത്ത് മടിയിൽ വെച്ച് കണ്ണടച്ച് വിഷമിക്കാതെ ഇരുന്ന് വായും മനസ്സും തുറന്ന് ജപിക്കൂ. ഓ ഓ